പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാതക്കേണ്ട രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ലെനീഷ് ബാബു, ജിജു ഡാനിയേൽ, ഷിബിൻ ബഷീർ, സുനിൽ ബോസ്, ആഷാ ജോ, സുലൈമാൻ, ഷാഹിദ, ജഹാംഗീർ, ലില്ലി ചോളിയിൽ, PR നന്ദനൻ, സൗമ്യ, സതീഷ് കുമാർ, ഇർഷാദ്, ഗീത, സാം, മീനു ജോൺ, ഷാജി പൊയ്കലൊക്കെ എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ ഒരിക്കൽ കൂടി പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ അഗൈൻ. നമ്മൾ ആദ്യം വാർത്തയിലേക്ക് പോകുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിലെ നേരറിയാൻ വരുന്നു CBI. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കും. സർക്കാർ തീരുമാനമെടുത്ത് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബത്തെ അറിയിച്ചിരുന്നു. സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. അവിടെ തന്നെ കൊന്ന്, അവിടെ തന്നെ കെട്ടിത്തൂക്കി, അവിടെ തന്നെ അത് അഴിച്ച് മരിച്ചയാളുടെ ബോഡി കൊണ്ടുപോയതാണ്. പ്രതികൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതാണ്. എന്നിട്ട് അവർ ഒരാഴ്ച ചുറ്റിത്തിരിഞ്ഞിട്ടും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പ്രതികളെ പാർട്ടി സംരക്ഷിച്ച് പാർട്ടിയാണ് ഇത് മുഴുവൻ തണലൊരുക്കി കൊടുത്തത്. അപ്പൊ അത് CBI അന്വേഷണം എന്നത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഈ 3 പേരും നിരാഹാര സമരം നടത്തിയത്. ഇന്നിപ്പോൾ ഈ സമരം അവസാനിക്കുമ്പോൾ ആ സമരം വിജയിച്ചതിന്റെ തികഞ്ഞ അഭിമാനത്തോടും തീർച്ചയായിട്ടും ഇതെല്ലാം ഇനി കേരളത്തിൽ നിലയ്ക്ക് നിർത്താനുള്ള വലിയ പോരാട്ടത്തിനുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് ഈ സമരം പിരിയുന്നത്. അലക്സ് റാം മുഹമ്മദ്, ജയശങ്കർ, MG പ്രതീഷ് എന്നിവർ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നു. അത് ഞാൻ അലക്സിലേക്ക് പോകുന്നു. അലക്സ്, അടുത്ത കാലത്ത് കേരള മനസ്സാക്ഷി ഇത്രത്തോളം ഞെരിച്ചു കളഞ്ഞ മറ്റൊരു വാർത്ത, ഇത്രത്തോളം ബാധിച്ച മറ്റൊരു വാർത്ത ഉണ്ടാവില്ല. അങ്ങനെ ഒരു പൊതുവികാരമായി തന്നെ CBI അന്വേഷണം ആവശ്യം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. 1, 2 കുടുംബത്തിന്റെ ആവശ്യം, 3 പ്രതിപക്ഷ സമ്മർദ്ദം, 4 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇന്നലെ LDF വരെ വിഷയം ചർച്ചയാവുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് CBI അന്വേഷണത്തിലേക്ക്, ഉത്തരവിലേക്ക് പോകാൻ കാരണങ്ങൾ പലതാണ്. അലക്സ്. ഹാഷ്മി, തീർച്ചയായും കേരളം പോലൊരു പരിഷ്കൃത സമൂഹം, അവിടെ പ്രബുദ്ധമായ ഒരു കോളേജ് ക്യാമ്പസ്, ആ കോളേജ് ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി സമാനതകളില്ലാത്ത ആൾക്കൂട്ട വിചാരണ നേരിടുന്നു, സമാനതകളില്ലാത്ത കൊടിയ മർദ്ദനം 3 ദിവസം ഏറ്റുവാങ്ങുന്നു. തുടർന്ന് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം. ഈ വിഷയം പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തത്, സർക്കാരിനെതിരെ പോലീസിനെതിരെ ജനരോഷം ആളിക്കത്തിയ വിഷയം. ഈ വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ CBI അന്വേഷണത്തിന് ആ തീരുമാനം വിട്ടിരിക്കുന്നു എന്ന സർക്കാരിൽ നിന്നുള്ള വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ വിവിധ പശ്ചാത്തലം ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലമുണ്ട്. രാഷ്ട്രീയമായി ഈ വിഷയം LDF-നും സർക്കാരിനും ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലുണ്ട്. LDF-നുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നു വന്നു കഴിഞ്ഞു. ഇതിനോടകത്ത് തന്നെ ഈ വിഷയത്തിൽ സർക്കാരിന് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല നടപടി എന്നുള്ളത് കുടുംബത്തിന്റെ ആവശ്യം എന്താണോ അത് അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. കുടുംബം വലിയ രീതിയിൽ ഈ സംഭവത്തിന്റെ ആദ്യ സമയം മുതൽ, അതായത് ഈ വിഷയം പുറത്തുവിടുന്നത് 24 ആണ്, ആ ഘട്ടം മുതൽ കുടുംബം ആരോപിക്കുന്നത് പോലീസ് ഈ വിഷയത്തിൽ ഒളിച്ചുകളി നടത്തിയിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനമാണ് തന്റെ മകന് ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് ജയപ്രകാശ് പറയുന്നു. കൂടുതൽ പ്രതികൾ ഈ വിഷയത്തിലുണ്ട്. ക്യാമ്പസിലെ അധികൃതർ, അത് ഡീനാകട്ടെ അസിസ്റ്റന്റ് വാർഡിനാകട്ടെ, കൂടുതൽ അധികൃതർക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ട്. അവർ മൗനം പാലിച്ചു, കുറ്റകരമായ മൗനം അവർ പാലിച്ചു. അവരെല്ലാം പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരണം. ഇനിയും പിടികൂടാൻ ചിലർ ബാക്കിയുണ്ട്, അവരെയൊക്കെ സംരക്ഷിക്കുകയാണ് നേതാക്കൾ. പോലീസിന്റെ അന്വേഷണത്തിൽ താൻ തൃപ്തനല്ല, പക്ഷെ തനിക്ക് വിശ്വാസമുണ്ട്. കാരണം പോലീസിന് ഈ അന്വേഷണം പൂർണ്ണതോതിൽ എത്തിക്കാൻ സാധിക്കില്ല, പ്രതികളെ എല്ലാവരെയും പിടികൂടാൻ സാധിക്കില്ല, പോലീസിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം വലിയ ആശങ്ക ആ പിതാവ്, ആ കുടുംബം, ആ മാതാവ് ഒക്കെ സംസാരിച്ചിരുന്നു. ആ വീട്ടിലേക്ക് എത്തി ആശ്വാസം പകർന്നവരോടൊക്കെ അവർ പറഞ്ഞിരുന്നത് ഈ കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി ആ വീട്ടിലേക്ക് വന്നില്ല, അവരെ ഒന്ന് ആശ്വസിപ്പിച്ചില്ല എന്ന വിമർശനം വലിയ തോതിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നതും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചേംബറിലെത്തി സിദ്ധാർത്ഥിന്റെ കുടുംബം ഈ വിഷയം CBIക്ക് വിടണം, തന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് വിടണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നത്. അവർ പുറത്തിറങ്ങി പ്രതികരിച്ചത്, സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പ്രതികരിച്ചത്, മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജയശങ്കർ, ആശ്വാസം എന്ന് പറയാൻ കഴിയില്ല. കാര്യം എന്താണ്, സിദ്ധാർത്ഥന്റെ അകാല മൃത്യു ഇതിന് ആശ്വാസമായി ഒന്നുമില്ല, അതിന് പകരം കൊടുക്കാൻ കഴിയുന്ന ഒന്നുമില്ല. എങ്കിൽ കൂടി അന്വേഷണം നേർവഴിക്കല്ല എന്ന അവരുടെ ആശങ്കകൾക്ക് കിട്ടുന്ന ഒരു സമാധാനം അല്ലേ? എന്താണ് അച്ഛൻ ജയപ്രകാശ് അടക്കം പറയുന്നത്? ജയശങ്കർ, അവരുടെ വലിയ ഒരു ആവശ്യമായിരുന്നു CBI അന്വേഷണം എന്നുള്ളത്. സർക്കാർ ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുന്നു. സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് മാതാവിൻ്റെ പ്രതികരണം തന്നെ ആദ്യം ചോദിക്കാം. സർക്കാർ ഇപ്പോൾ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി കേസ് CBIയുടെ കൈകളിലാണ്. മകന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഞങ്ങൾക്കിപ്പോൾ ഇതിലൊരു ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ ഇതിലൂടെ നീതി കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇറങ്ങും. അത് പോയിട്ട് ഞങ്ങൾക്ക് കുറച്ചുപേരുടെ കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല.
ഒരു അക്ഷയനെ ഞാൻ അന്ന് മുതലേ ബന്ധപ്പെടുന്നതാണ്. 16, 17, 18 അന്ന് മുതലേ ബന്ധപ്പെടുന്നതാണ്. ഈ 18-ാം തീയതി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നു അവനെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് 5 മണിയോടെ ഞാൻ വിളിക്കുന്നു. അപ്പോൾ പറയുന്നു, കുഴപ്പമില്ല ആൻറ്റി, ഞാൻ അകത്ത് പോയിട്ട് കൊടുക്കാം, ഡോക്ടർ അടുത്താണ്, ഞാൻ അകത്ത് പോയിട്ട് കയറിയിട്ട് കൊടുക്കാം എന്ന് പറയുന്നു. ഞാൻ എനിക്കതൊന്നും അറിയില്ലല്ലോ. ഞാൻ 18 അടുത്ത് ബോഡിയുടെ കൂടെ മോൻ്റെ കൂടെ ഇവർ വന്നപ്പോൾ ഞാൻ അക്ഷയുടെ കയ്യിൽ പിടിച്ചില്ലേ, എനിക്കിപ്പോൾ എൻ്റെ ഈ കൈയോടുകൂടെ തന്നെ വെറുപ്പ് തോന്നുന്നു. എന്നിട്ട് പോലും അവൻ കുനിഞ്ഞ് കരയുന്നതല്ലാതെ അവൻ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ മോനെ രക്ഷപ്പെടുത്താമായിരുന്നു. ആ 16-ാം തീയതി വിളിച്ചപ്പോൾ അവൻ കിടക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഉപദ്രവം. അപ്പോൾ അവൻ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു. അതുപോലെ ദേവരാഗ് അടിച്ചെന്നും കൂടെ കേൾക്കുമ്പോൾ ശരിക്കും അവരൊന്നും ഞങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. അതായത് ഇനി CBI വരുന്ന സമയത്ത് പോലീസിന് ഒരുപാട് വീഴ്ചകളുണ്ടായിരുന്നു ആരോപിച്ചിട്ടുണ്ട്. അതൊക്കെ പരിഹരിച്ച് കൃത്യമായൊരു അന്വേഷണം നടക്കും. ഇപ്പോൾ നിങ്ങൾ ഇതാവുന്ന അസിസ്റ്റന്റ് വാർഡനും ഡീനും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെ, ഞാൻ പറഞ്ഞത് പോലീസിന് വീഴ്ച ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ട് പോകുമ്പോഴും അവർക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പല പേരുകളും ഉന്നയിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും ആ പേരൊന്നും വന്നിട്ടില്ല. ഡീനെതിരെ നമ്മൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ആരോപണമല്ല, ഡീനെതിരെ വ്യക്തമായ തെളിവുകളുണ്ട്. ഇതിനൊരു കൂട്ടുനിന്നതിനും മർദ്ദിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും എല്ലാത്തിനും ഡീനെതിരെ ശക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. പക്ഷേ അതൊന്നും അന്വേഷണത്തിൽ വന്നിട്ടില്ല. ഇതെല്ലാം ശരിക്കും ഞാൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിച്ച് പോകുമോ എന്നുള്ളതില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ CBI അന്വേഷണത്തിൽ അതിനുവേണ്ടി മുമ്പോട്ട് പോയത്. ഈ ഒരു തവണ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഒരു എതിർപ്പും പറയാതെ അദ്ദേഹം ഇത്തരം അന്വേഷണത്തിന് വിടുകയാണ് ചെയ്തത്. സർക്കാർ തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും ഞാൻ അത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനും ചിലപ്പം മനസ്സിലായി കാണും ഇതൊരു ഒരു കൊലപാതകമാണോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ CBI അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അദ്ദേഹത്തിന് തോന്നിക്കാണണം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം CBI അന്വേഷണത്തിൽ വിട്ടത്. അത് ശരിക്കും എനിക്ക് നല്ലൊരു തൃപ്തി തോന്നുന്നു. അദ്ദേഹത്തിന് താല്പര്യം കാണുമായിരിക്കും ഒരു ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം എന്ന് അദ്ദേഹം ചിന്തിച്ചതിൽ ശരിക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കാര്യമാണത്. ഈ പ്രതിപക്ഷ യുവജന സംഘടനകളടക്കം അച്ഛൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ്, അവരുടെ ഒരു ഇടപെടലിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് കുടുംബം? അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളോ പ്രതിപക്ഷമോ അങ്ങനെ ഭരണപക്ഷമോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് മതത്തിലുള്ളവർ, ഒരുപാട് ജാതി മത ഭേദമന്യേ നമുക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സംഘടനകൾ വന്നിട്ടുണ്ട്. ഞാൻ അറിയാതെ തന്നെ പലരും എന്നെ വിളിച്ചിട്ടുമുണ്ട്. അവരെല്ലാവരും എനിക്ക് സഹകരിച്ചിട്ടുണ്ട്. ഒറ്റ പ്രത്യേക പാർട്ടിയും മാത്രമല്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടെ നിന്ന് അവൻ്റെ വീട്ടിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ നിന്ന് ദീപം കൊളുത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അവന് ജീവന് വേണ്ടിയിട്ട്, അവന് നീതി കിട്ടാൻ വേണ്ടി പോയതാൽ. ഇന്നലെ വേറൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം പോയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ മതത്തിലുള്ളവരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ മതത്തിലുള്ള ആൾക്കാർ എന്നെ ഫോൺ ചെയ്യുന്നു, എല്ലാ സംഘടനകൾ ഫോൺ ചെയ്യുന്നു. ആരെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അവന് എല്ലാവരും സങ്കടമുണ്ട് അവൻ്റെ ജീവന് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ആണ് ഈ പ്രതിപക്ഷമാണെങ്കിലും ഏതാണെങ്കിലും അവന് വേണ്ടി ജീവന് വേണ്ടിയിട്ട് പോരാടി കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോരാടിയ എല്ലാവരോടും എല്ലാവരോടും ഇപ്പോഴും നന്ദി പറയുന്നു. വളരെയേറെ നന്ദി എല്ലാവരും. ഇനിയും ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം. അവരോട് മാത്രമല്ല, എല്ലാ മീഡിയയിലും, എല്ലാ പത്രപ്രവർത്തകരും എല്ലാം ഇതുവരെയ്ക്കും എൻ്റെ കൂടെ അതുകൊണ്ട് തന്നെയായിരിക്കണം എനിക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞത്. അല്ല എൻ്റെ പോരാട്ടം കൊണ്ടാണ് ഞാൻ പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. 1% പോലും അല്ല എൻ്റെ പോരാട്ടം. ഇതിൽ കൂടെ നിന്നിട്ട് എൻ്റെ ന്യൂസ് ഒന്ന് ഹൈലൈറ്റായിട്ട് നിർത്തി സത്യാവസ്ഥയിലുണ്ട്, അവന് വേണ്ടിയിട്ട് പോരാടണം എന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഉത്തരവ് കിട്ടിയത്. ഇനിയും പോരാടുമ്പോൾ ഇനി എൻ്റെ പുറകിൽ എല്ലാ സപ്പോർട്ടും വേണമെന്ന് ഞാൻ പറയുന്നത്. ഈ CBI അന്വേഷണത്തിലൂടെ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മാത്രം CBI അന്വേഷണം ഇതിനു വേണ്ടി അത് മാത്രമല്ലല്ലോ. ഇപ്പോൾ CBI അന്വേഷണം നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ശരിയാണ്. അതുകൊണ്ട് കിട്ടണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്നൊരു CBI അന്വേഷണം നമുക്ക് കിട്ടിയായിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഞാൻ ഗവർണറെ കണ്ടിരുന്നു. ഗവർണർ ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ശരിക്കും പറഞ്ഞാൽ 100% ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നിന്നൊരു ഇടപെടൽ, വളരെ ശക്തമായിട്ട് ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കിട്ടിയിട്ട വിവരമാണ്. അതോടുകൂടി ബാക്കിയുള്ള ആൾക്കാരുടെ ഈ സപ്പോർട്ടും എല്ലാ സംഘടനകളും ശരിക്കും ഗവർണർ ഓഫീസിൽ നിന്നുള്ള നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സർക്കാർ തീരുമാനത്തിൽ സന്തോഷമെന്നാണ് കുടുംബം പറയുന്നത്. CBI അന്വേഷണത്തിലൂടെ നീതി ലഭിക്കുമെന്നും കുടുംബം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. എന്തായാലും സർക്കാർ തലത്തിൽ വലിയ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സിദ്ധാർത്ഥ് വിഷയത്തിൽ ഇനി CBI ആണ് വരാൻ പോകുന്നത്. CBI കൃത്യമായി അടുത്ത ദിവസങ്ങൾ തന്നെ ഈ അന്വേഷണം ഏറ്റെടുക്കും. ആഷ്മി.
MG പ്രതീഷ് കൂടി ചേരുന്നുണ്ട്. പ്രതീഷ്, ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട നാൾ വഴിയിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കേരളത്തെ അറിയിച്ചത് നമ്മളാണ്, 24 ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസാരിച്ച അച്ഛൻ്റെ അമ്മയുടെയും ആശങ്ക ആദ്യം പുറം ലോകത്തെ അറിയിക്കുന്നത് പ്രതീഷാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ അതിലെ കിരാതമായ പീഡനത്തിലേക്ക് നയിച്ചു എന്ന് കരുതപ്പെടുന്ന ആ റിപ്പോർട്ട് ആദ്യം കേരളത്തെ അറിയിക്കുന്ന പ്രതീഷാണ്. അത് ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ആൻറ്റി റാങ്കിംഗ് സെൽ UGC കൊടുത്ത റിപ്പോർട്ടും കേരളത്തെ അറിയിക്കുന്നത് പ്രതീഷാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അഭിമാനത്തോടെ നിൽക്കൂ പ്രതീഷ്, CBI അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട ദിവസം. തീർച്ചയായും ഹാഷ്മി, കാരണം ഈ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആ ഒരു വേദനയിൽ തുടങ്ങിയതാണ് ഈ 24 ഈ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ. അതിൽ തുടക്കം മുതൽ തന്നെ അടിമുടി ദുരൂഹതയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നത്. 15-ാം തീയതി വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ സിദ്ധാർത്ഥ എറണാകുളത്തിറങ്ങി തിരികെ വയനാട് ക്യാമ്പസിലേക്ക് മടങ്ങുന്നു. അവിടെ വെച്ച സിദ്ധാർത്ഥിന് 16, 17 തീയതികളിൽ ക്രൂരമായി മർദ്ദനമേൽക്കുന്നു. അതായത് സമാനതകളില്ലാത്ത മർദ്ദനമാണ് സിദ്ധാർത്ഥിന് ഏൽക്കേണ്ടി വന്നതെന്ന് പിന്നീട് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് നമുക്ക് അത് കൂടുതൽ വെളിവാകുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരും മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ പരിശോധിച്ച ഡോക്ടർ അടക്കം അന്വേഷണ സംഘത്തെ ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിൻ്റെ മൃതദേഹത്തിൽ 2 മുതൽ 3 ദിവസം വരെ പഴക്കമുള്ള മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ക്രൂരമായി മർദ്ദനമേറ്റതിൻ്റെ പാടുകളായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ അന്വേഷണം കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളിലടക്കം വളരെ മെല്ലപ്പോക്കാണ് ഉണ്ടായിരുന്നത്. 12 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് ആദ്യം സസ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് ഈ വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ് നിരോധന നിയമപ്രകാരം പോലീസ് കേസെടുക്കുന്നു. പക്ഷേ കൂടുതൽ വിദ്യാർത്ഥികളടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നു. അങ്ങനെ 12 വിദ്യാർത്ഥികൾക്കെതിരെ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തത്. പക്ഷേ ഈ 12 വിദ്യാർത്ഥികൾ പിടിയിലാകുന്നതിന് മുമ്പ് തന്നെ മറ്റ് 6 വിദ്യാർത്ഥികളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. 12 വിദ്യാർത്ഥികളിൽ തുടങ്ങിയ പ്രതിപട്ടിക പിന്നീട് വിപുലപ്പെടുകയും പിന്നീട് 18 പേരിലേക്ക് അന്വേഷണം എത്തുകയും 18 പേരെ പ്രതി ചേർക്കുകയും ചെയ്യുന്നു. ഇന്ന് അവസാനം വരുന്ന മണിക്കൂറിൽ 2 പേരെ കൂടി പ്രതി ചേർത്ത് പ്രതിപട്ടിക 20 പേരിൽ എത്തി നിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ ഈ അക്കാദമിക് നടപടികൾ മാത്രമാണ് ഉണ്ടായത്. ഈ കുടുംബത്തിൻ്റെ പരാതികൾ കേട്ട ഗവർണർ വൈസ് ചാൻസലറെ ആ പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഒപ്പം പുതിയ വൈസ് ചാൻസലർക്ക് ചുമതല നൽകുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. പുതിയ വൈസ് ചാൻസലർ നടത്തിയ അന്വേഷണത്തിലടക്കം ഡീനിൻ്റെയും അസിസ്റ്റന്റ് വാർഡൻ്റെയും നടപടികളിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. ഇത് കുടുംബം ഇതുകൊണ്ട് തന്നെ കുടുംബം പറഞ്ഞത് ഇതിൽ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും അടക്കം പ്രതി ചേർക്കണമെന്നും ദുർബലമായ വകുപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് മാറ്റിക്കൊണ്ട് കൊലക്കുറ്റമടക്കം പ്രതികൾക്കെതിരെ ചുമത്തണമെന്നുമുള്ള ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വച്ചത്. പക്ഷേ ആ ഒരു നിലപാടിൽ അല്ലെങ്കിൽ ആ ഒരു ആവശ്യം പോലീസോ സർക്കാരോ അംഗീകരിക്കാൻ ഇതുവരെയും തയ്യാറായില്ല. ആ ഘട്ടത്തിലാണ് CBI അന്വേഷണം എന്ന ഒരു ആവശ്യവുമായി കുടുംബം മുഖ്യമന്ത്രിയെ കാണുന്നത്. മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങി അരമണിക്കൂറിനകം CBI അന്വേഷണ തീരുമാനവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കുന്നതും. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സിദ്ധാർത്ഥിന് നേരിട്ട മർദ്ദനങ്ങൾ ആ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ചില വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ മറച്ചുവെക്കലടക്കം പിന്നീടും വലിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നു. അതിൽ ഏറ്റവും അവസാനം ഇന്ന് വന്ന ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടാണ്. UGCക്ക് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് കൈമാറിയ റിപ്പോർട്ടിൽ ഗുരുതരമായി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഉണ്ടായിരുന്നത്. കാരണം സത്യസന്ധമായി മൊഴി നൽകുന്നതിൽ വിദ്യാർത്ഥികളടക്കം അധ്യാപകരും ഡീൻ ഉൾപ്പെടെയുള്ളവർ വിലക്കിയിരുന്നു എന്നതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അന്വേഷണ സംഘത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾ മൊഴി നൽകാൻ നിൽക്കുന്ന ഘട്ടത്തിൽ കോളേജ് അധികൃതർ ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി മൊഴി നൽകാൻ ഭയപ്പെട്ടു എന്നതാണ് വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം. പിന്നീട് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങൾ പുറത്തു പോകരുത് എന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടുവെന്നൊരു വിദ്യാർത്ഥി ആൻറ്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ മൊഴി നൽകി. നേരത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന് ക്രൂരമായ മർദ്ദനമാണ് ആൻറ്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ട് ബ്രേക്ക് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഡീനും അസിസ്റ്റന്റ് വാർഡനും അവിടെ നടന്ന സംഭവങ്ങൾ പുറത്തേക്ക് പറയരുത് എന്നൊരു കുട്ടിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഏത് രീതിയിലാണ് അവിടുത്തെ അധ്യാപകർ വേണ്ട പ്രധാനപ്പെട്ട ആളുകൾ ആ കേസിന് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാകുന്നുണ്ട്. എന്തായാലും CBI വരട്ടെ, അന്വേഷിക്കട്ടെ, ഇതൊക്കെ അതിലേക്ക് പോകട്ടെ. ഇവിടെ പ്രേക്ഷകൻ പറയാണ്, പ്രവീൺ പറയാണ്, പൂക്കോട്ട് കേസിൽ CBI വരുന്ന ഈ വേളയിൽ 24 ന്യൂസിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ബാബു മംഗലത്ത് പറയുന്നു 24 ഹാഷ്മി സിദ്ധാർത്ഥിന് കൂടുതലൊപ്പം നിന്നു എന്ന് പറയുന്നു. ലില്ലി ചോളിയിൽ പറയുന്നു ഈ സംഭവം പുറത്തു കൊണ്ടുവന്ന 24 നിരാഹാരങ്ങളുടെ നേതാക്കൾ മാതാപിതാക്കൾക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ആശ്വാസം കിട്ടിയൊരു ദിവസം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൽ അഭിനന്ദനത്തിൻ്റെ കാര്യമില്ല. ഇത് വീണ് കിടക്കുന്നവനെ അല്ലെങ്കിൽ
നഷ്ടം സഹിക്കുന്നവനെ ഉപാധികളില്ലാതെ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതുകൂടി മാധ്യമ ദൗത്യമാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലൂപ്പ് ഹോളിലൂടെ അവരെ കൂടി അവരൊന്ന് കുറ്റക്കാരാക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന കാപട്യം മാറ്റി നിർത്തി ഉപാധികളില്ലാതെ വീണവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് മാധ്യമ പ്രവർത്തനമാണ്, മാധ്യമ ദൗത്യമാണ്. അങ്ങനെ നിന്നു എന്നുള്ളതേ ഉള്ളൂ അക്കാര്യത്തിൽ. എന്തായാലും പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. വിദ്യാർത്ഥികളായ കോഴിക്കോട് സ്വദേശി നസീഫ്, ആലപ്പുഴ സ്വദേശി അഭി എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. സുർജിത്ത് അയ്യപ്പത്ത്, സുർജിത്ത്, CBI അന്വേഷണ പ്രഖ്യാപനത്തോട് അന്വേഷണ സംഘത്തിന്റെ പ്രതികരണമുണ്ടോ? സ്വാഭാവികമായും CBI വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ചിരുന്നതുമാവില്ലേ? തീർച്ചയായും എന്തായാലും ഈ അന്വേഷണത്തിന്റെ വഴിയിൽ ഇപ്പോൾ 20ാമത്തെ പ്രതിയെ കൂടി പിടികൂടിയിരിക്കുന്നു. ഈ കേസിൽ നേരത്തെ 18 പേരെയാണ് റിമാൻഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. ഒരാൾ കോഴിക്കോട് സ്വദേശിയായ ആളാണ്, നസീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അവിടുത്തെ സീനിയർ വിദ്യാർത്ഥിയാണ്, അതായത് സിദ്ധാർത്ഥന്റെ സീനിയർ വിദ്യാർത്ഥിയാണ്. മറ്റൊരാൾ അബിയാണ്, അബി ജൂനിയർ വിദ്യാർത്ഥിയാണ്, ആലപ്പുഴ സ്വദേശിയാണ്. ഇപ്പോൾ ഇവരെല്ലാം തന്നെ ഈ ഗൂഢാലോചനയിലും മർദ്ദനത്തിലും എല്ലാം തന്നെ പങ്കാളികളായിട്ടുള്ള ആളുകളാണെന്നുള്ള കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. ഇതോടുകൂടി അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. നാളെ കൂടുതൽ പ്രതികളെ, അതായത് 5 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. എന്തായാലും ഈ CBI അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ ഏതാണ്ട് 2 ആഴ്ച ആകും എന്നുള്ള തരത്തിൽ ഉള്ള വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പോലീസ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും ഈ സംഭവം ഉണ്ടായി സിദ്ധാർത്ഥന്റെ സംസ്കാരം നടക്കുന്ന 20ാം തീയതി തന്നെ ഇവിടുത്തെ പോലീസ് DYSP, കൽപ്പറ്റ DYSP സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് റാഗിംഗ് പരിധിയിൽ വരുന്നതാണെന്നുള്ള തരത്തിലുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് യൂണിവേഴ്സിറ്റിക്ക് കത്ത് നൽകിയിരുന്നു. അന്ന് മുതൽ തുടങ്ങിയ അന്വേഷണമാണ്. അതിന്റെ ഭാഗമായി കൃത്യമായ രീതിയിൽ തന്നെ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. പോലീസ് തിരുവനന്തപുരത്ത് എത്തിയ ശേഷം വീട്ടുകാരുമായി സംസാരിച്ചു, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ എല്ലാം തന്നെ വേഗത്തിൽ തന്നെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസം. ഇതിൽ CBIക്ക് അന്വേഷണം വിട്ടതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിലും മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ ഓഫീസിൽ നിന്ന് നൽകിയ വാർത്താക്കുറിപ്പിലും അത് വ്യക്തമായ രീതിയിൽ തന്നെ കുറ്റമറ്റ രീതിയിൽ തന്നെ അന്വേഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അറസ്റ്റ് കൃത്യമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി CBI ആണ് തുടരന്വേഷണം ഏറ്റെടുക്കേണ്ടത്. അതിനിടയിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, പരമാവധി തെളിവുകൾ സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചും ഉള്ളത്. ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ്. 2 പ്രതികൾ കൂടി പിടിയിലായിട്ടുണ്ട്. മൊത്തം 20 പ്രതികൾ ആ കേസിൽ പിടിയിലായി. എന്തായാലും പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമാണ് വിദ്യാർത്ഥികൾ. കോളേജിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുത് എന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടുവെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന് വിദ്യാർത്ഥികൾ മൊഴി നൽകി. UGCക്ക് ആന്റി റാഗിംഗ് സ്ക്വാഡ് കൈമാറിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 കിട്ടി. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. UGCക്ക് ലഭിച്ച പരാതിയിലാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് പൂക്കോട് വെറ്റിനറി കോളേജിൽ അന്വേഷണം നടത്തിയത്. മൊഴി നൽകുമ്പോൾ കോളേജ് അധികൃതർ ഒപ്പം നിന്നതിനാൽ സത്യസന്ധമായി മൊഴി നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തൽ. ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്നും ഓൺലൈൻ ഹിയറിംഗിൽ വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞു. അറസ്റ്റിലായ പ്രതികൾ 4 ഇടങ്ങളിലെത്തിച്ച് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകി. 2019-ലും 2021-ലും സമാന റാഗിംഗ് സംഭവങ്ങൾ കോളേജിൽ നടന്നു. 2 ആഴ്ച ക്ലാസ്സിൽ കാണാതിരുന്ന വിദ്യാർത്ഥിക്ക് എന്തു പറ്റിയെന്ന് ഇനിയും വ്യക്തമല്ലെന്നും കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട്. കോളേജിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡ് ശുപാർശ ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ക്യാമ്പസിലുണ്ടായ ദുരൂഹ സംഭവങ്ങൾ അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അന്വേഷണ സംഘത്തോടുൾപ്പെടെ വിദ്യാർത്ഥികൾ തുറന്നു പറയാൻ മടിച്ച വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. സിദ്ധാർത്ഥിന് നേരിട്ട ദുരനുഭവം കോളേജിൽ ആദ്യത്തെ സംഭവമല്ലെന്നും റിപ്പോർട്ട് പറഞ്ഞു വയ്ക്കുന്നു. CBI അന്വേഷണമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിലാണ് ഇനി കുടുംബത്തിന്റെ പ്രതീക്ഷ. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ സജീവ പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്നലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. കളം പിടിക്കാൻ സ്ഥാനാർത്ഥികൾ കളത്തിൽ. വടകരയിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരന് തൃശ്ശൂരിൽ വൻ സ്വീകരണം ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുരളീധരനെ 100 കണക്കിന് പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ചു. വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്ന തൃശ്ശൂരെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ, വടകര എന്നാണ് വായിച്ചത്. വടകരയില്ല, തൃശ്ശൂരിലാണ് UDF സ്ഥാനാർത്ഥിയായി K മുരളീധരൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ പത്മജ വേണുഗോപാലിൻ്റെ കോൺഗ്രസിലെ BJPയിലേക്കുള്ള പോക്കൊക്കെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വളരെ വൈകാരികമായി തന്നെ ബാധിച്ച ഒരു ദിവസം. എന്ത് ചെയ്യണം എന്നറിയാതെ ഒരുപക്ഷെ അവിടുത്തെ പ്രവർത്തകർ
അസ്തപ്രജ്ഞ നിന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കെ മുരളീധരൻ, കെ കരുണാകരൻ്റെ ലെഗസി പേറുന്ന കെ മുരളീധരൻ അങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. ആ പ്രഖ്യാപനത്തെ വലിയ ആശ്വാസത്തോടെയും വലിയ ആഘോഷത്തോടെയും കൂടി തന്നെയാണ് ആ മണിക്കൂറുകളിൽ തന്നെ തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തത്. ഒടുവിൽ കെ മുരളീധരൻ തൃശ്ശൂരേക്ക് പ്രചരണത്തിനായി എത്തുമ്പോൾ വീരോചിത വരവേൽപ്പ് ആഘോഷപൂർവ്വം തന്നെ സ്വീകരിക്കുന്നു. അവിടെ ഇന്നലെ ടി എൻ പ്രതാപൻ്റെ ഒരുപാട് 10,700ഓളം ചുവരെഴുത്തുകൾക്ക് ടി എൻ പ്രതാപന എഴുതിയിരുന്നു. അത് പോയ രാത്രികളിലൊക്കെ ഏതാണ്ടൊക്കെ മായ്ച്ച് കെ മുരളീധരൻ്റെ ചുവരെഴുത്തുകൾ നിറയുന്നു. പോസ്റ്ററുകൾ വരുന്നു, ഫ്ലക്സുകൾ വരുന്നു. അങ്ങനെ തൃശ്ശൂരിൽ കിട്ടിയ സ്ഥാനാർത്ഥിയെ പരമാവധി ഊർജ്ജത്തിൽ വിജയിപ്പിച്ചെടുക്കാനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ സജീവമാണ്. അതാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റോഡ് ഷോയെ മുരളീധരനെ പ്രവർത്തകർ DCC ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണിപ്പോൾ. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച KPC പ്രസിഡന്റ് K സുധാകരനും പ്രവർത്തകർ കണ്ണൂരിൽ സ്വീകരണം നൽകി. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി കൂടി ചേരുന്നുണ്ട്. സൂരജ്, കരുണാകരൻ്റെ മണ്ണിൽ കരുണാകരൻ്റെ മകൾ BJPയിലേക്ക് പോയ വാർത്ത അതുവരെ അറിയാത്ത പ്രവർത്തകർ അത്ര ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത സ്വീകരിച്ചത്. അവർ അടിപതറി എന്നുള്ള കാര്യം തർക്കമില്ല. അതിനുശേഷം കെ മുരളീധരൻ്റെ വരവ് അവർക്ക് വലിയ ആശ്വാസമാണ്, വലിയ ഊർജ്ജമാണ്, അത് പ്രകടവുമാണ് കെ മുരളീധരൻ വരുമ്പോൾ, അല്ലേ സൂരജ്? തീർച്ചയായും ഹാഷ്മി, ഇവരുടെ ആവേശത്തിൽ നമുക്കത് പ്രകടവുമാണ്. വലിയ ഒരു ജനക്കൂട്ടം അത് ഈ കെ മുരളീധരനൊപ്പം ഈ ഉച്ച സമയമാണ്, നല്ല വെയിലുണ്ട്. പക്ഷേ ഈ വെയിലിലും വലിയൊരു പ്രവർത്തക പ്രവാഹം ഈ റോഡ് ഷോയിൽ നമുക്ക് കാണാൻ കഴിയും. വഴിനീളെ കാത്തു നിൽക്കുന്ന പ്രവർത്തകർ അവർ വഴിനീളെ വലിയ രീതിയിലുള്ള സ്വീകരണം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കെ മുരളീധരന്റെ റോഡ് ഷോ കടന്നു പോകുന്നത്. ഒപ്പം TN പ്രതാപനുണ്ട്. ഇന്നലെ ഈ നീക്കത്തിലേക്ക്, അതായത് ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പത്മജ BJPയിലേക്ക് പോയതിന് തൊട്ട് പിന്നാലെ പക്ഷേ ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്കിൽ ഏറ്റവും നിർണായകമായ നീക്കം നടത്തിയത് TN പ്രതാപൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലെഴുതിയ ചുവരെഴുത്തുകൾ അത് TN പ്രതാപൻ തന്നെ മായ്ക്കുന്നു. പകരം കെ മുരളീധരന്റെ ചുവരെഴുത്ത് TN പ്രതാപൻ തന്നെ എഴുതുന്ന കാഴ്ച ഇന്നലെ നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ്. തൊട്ടു പിന്നാലെ ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്ന കെ മുരളീധരനെ സ്വീകരിച്ചതും TN പ്രതാപൻ തന്നെയാണ്. റോഡ് ഷോയിൽ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു. കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകരെ സംബന്ധിച്ച് തങ്ങളുടെ ലീഡർ, അതായത് കണ്ണയെ കരളെ ലീഡറെ എന്ന മുദ്രാവാക്യമാണ് തൃശ്ശൂരിൽ ഉടനീളം പ്രവർത്തകർ ഉയർത്തുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഈ പ്രവർത്തകരുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ പോവാം. ചേച്ചി, എങ്ങനെയുണ്ട്? ഈ മുരളീധരൻ ജയിക്കുമോ? തീർച്ചയായും ജയിക്കും. ഞങ്ങളുടെ തൃശ്ശൂരിന്റെ പൊന്നമ്മന മകൻ കെ കരുണാകരന്റെ മകനാണ് മുരളീധരൻ എങ്കിൽ തീർച്ചയായും തൃശ്ശൂരിലെ UDF-ന് വൻ വിജയമായിരിക്കും. BJP സ്ഥാനാർത്ഥി തേർഡ് പ്ലേസില്. നല്ല കൊടുംചൂടാണ്. ആ ചൂടത്തും നൂറുകണക്കിന് പ്രവർത്തകരാണ് കെ മുരളീധരനെ വരവേൽക്കാൻ റോഡ് ഷോയെ കൊണ്ടുപോകാൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ പറയുന്നത് പോലെ കെ മുരളീധരൻ തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കൊരു മൃതസഞ്ജീവനി എന്ന അക്ഷരത്തിൽ പറയാം. കാര്യം അത്രത്തോളം വൈകാരികമായി തളർന്ന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലേക്കാണ് കെ മുരളീധരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇനിയിപ്പോൾ അവിടെ പ്രചരണത്തിൻ്റെ ദിവസങ്ങളാണ്. ഉണ്ടായ സെറ്റ് ബാക്കിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ വളരെ സജീവമായി മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു 3 തൃശ്ശൂർ പൂരത്തിൽ നിൽക്കുന്ന ഗജവീരന്മാർ നിൽക്കുന്ന പോലെ വേണമെങ്കിൽ 3 സ്ഥാനാർത്ഥികൾ തൃശ്ശൂർ അങ്ങനെ നിൽക്കുകയാണ്. തലപ്പൊക്കത്തിലെ 3 കരിവീരന്മാരെ പോലെ 3 പേർ അങ്ങനെ നിൽക്കുന്നു എന്ന് ഉറപ്പായും പറയാം. എന്തായാലും തൃശ്ശൂരിൽ നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം, വളരെ ഫൈറ്റിംഗ് സ്പിരിറ്റോടുകൂടി പ്രവർത്തകർ, 3 മുന്നണിയുടെ പ്രവർത്തകർ നിൽക്കുന്നുണ്ട്. മെച്ചപ്പെട്ട ഒരു പ്രകടനം, ഒരു പെർഫോമൻസ് തൃശ്ശൂരിൽ ഉറപ്പായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാനും കഴിയും. എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. ആരോപണ പ്രത്യാരണങ്ങളുമായി കളം നിറയുകയാണ് മുന്നണികൾ. വടകരയിലെ കോലിബി സഖ്യമെന്നാണ് മന്ത്രി MB രാജേഷിന്റെ ആരോപണം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക LDF-നെ ഞെട്ടിച്ചെന്നും MM ഹസൻ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ആരോപണങ്ങളുമായി LDF രംഗത്തെത്തി. വടകരയിൽ UDF-നെ സഹായിക്കുന്ന BJP-യെ പാലക്കാട് തിരിച്ച് കോൺഗ്രസ് സഹായിക്കുമെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ ആരോപണം. സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റ് സന്തുലനമൊക്കെ ആണെങ്കിലും വേറെ ആളുണ്ടല്ലോ. അപ്പോൾ പാലക്കാട്ട് നിന്ന് തന്നെ തെരഞ്ഞുപിടിച്ച് ഒരാളെ വടകരയ്ക്ക് അയക്കുന്നു, ഈ സിറ്റിംഗ് MLA-യെ തന്നെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ധാരണ ഉണ്ടാക്കി. കേരളത്തിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ്. MT വാസുദേവൻ നായരെ സന്ദർശിച്ച ശേഷമായിരുന്നു കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒരു അപശബ്ദവും പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടില്ലെന്ന് UDF കൺവീനർ MM ഹസൻ. വളരെ ഒറ്റക്കെട്ടായി ഒരു അപശബ്ദം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എവിടെ നിന്നെങ്കിലും ഉണ്ടായ, കാരണം അത്രമാത്രം യോജിച്ച് ഐക്യത്തോടു കൂടിയുള്ള ഒരു തീരുമാനമാണ്.
UDFന്റേത് ഡ്രീം ടീം എന്നായിരുന്നു ഹൈബി ഈഡന്റെ പ്രതികരണം. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ കണ്ട കെ മുരളീധരൻ MP പിന്തുണ അഭ്യർത്ഥിച്ചു. രാജ്യസഭ MP ആയിരിക്കെ KC വേണുഗോപാലിനെ മത്സരരംഗത്തിറക്കുന്നത് അനിവാര്യത എന്ന രമേശ് ചെന്നിത്തല. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കണമെന്നുള്ള അവിടുത്തെ ജനങ്ങളുടെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആവശ്യമാണ്. ലോക്സഭയിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ കടമ പൂർണ്ണമായും നിറവേറ്റും. BJPയെ ചെറുക്കാൻ ഞങ്ങളുണ്ടെന്ന സന്ദേശം കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇലക്ഷൻ പ്രചരണത്തിന് മുൻപ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. കൊടിക്കുന്നിൽ സുരേഷും ആന്റണിയുമാണ് ആദ്യം പുതുപ്പള്ളിയിലെത്തിയത്. ഷാഫി പറമ്പിൽ ഇന്ന് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തും. പ്രചാരണം തുടങ്ങുന്നതിന്റെ മുന്നോടിയായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തിയത്. ആദ്യമെത്തിയത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആന്റണി. കല്ലറയിൽ പ്രാർത്ഥിച്ച ഉമ്മൻചാണ്ടി ഗുരുനാഥനായിരുന്നുവെന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി അനുഗ്രഹം തേടി. 4ാം തവണയും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കൊടിക്കുന്നിൽ. ഔദ്യോഗികമായ പ്രചരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അനൌദ്യോഗികമായ പ്രചരണങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ മാവേലിക്ക മണ്ഡലത്തിൽ ആരംഭിച്ചു. ചുവരെടുത്ത് ഏതാണ്ട് ഞങ്ങൾ പൂർത്തിയാക്കി. പോസ്റ്ററുകൾ ഏതാണ്ട് ഒട്ടിച്ചു കഴിഞ്ഞു. ഉച്ചകഴിഞ്ഞ് ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തും. നേരത്തെ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പ്രചാരണം ആരംഭിച്ചത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നുമായിരുന്നു. 24 കോട്ടയം. വിനീത് നാരായണൻകുട്ടി പറയുന്നു തൃശ്ശൂർ പൂരം ഇപ്പോഴേ തുടങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ എന്താണ് പൂർണ്ണ കല്ലു മല്ലു പറയുകയാണ്. പ്രതാപൻ ഇച്ഛിച്ചതും പാല്, കോൺഗ്രസ് ഇച്ഛിച്ചതും പാല്, അല്ല കോൺഗ്രസ് കൽപ്പിച്ചതും പാലെന്ന് പറയുകയാണ്. എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ ഒരു സാധനം. അങ്ങനെ തൃശ്ശൂരിൽ അനുകൂല പ്രതികൂലമായിട്ടൊക്കെ കുറേ അധികം പ്രതികരണങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നുണ്ട്. വേറൊരു പ്രേക്ഷകൻ പൗത്രൻ പാതരാപ്പറ്റ നമ്മുടെ പൗത്രചേട്ടൻ പറയുന്നത്, നമസ്കാരം ആഷ്മി, ഞാൻ ഇപ്പോഴാണ് എത്തിയത്. ഇന്ന് കാട്ടുമൃഗങ്ങളൊന്നും തന്നെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. ആശ്വാസം. എൻ്റെ പൊന്നിയേട്ടൻ മിണ്ടാതിരി, പറയാൻ പറ്റില്ല. ഇതുവരെ ഇപ്പോൾ അപൂർവം ദിവസങ്ങൾ മാത്രമേ അങ്ങനെ ദിവസങ്ങൾ ഉണ്ടാവാറുള്ളൂ. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ CPI രാഹുൽ ഗാന്ധി മത്സരിക്കാൻ മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുക്കണമായിരുന്നു എന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ലാഘവത്തോടെ കാണുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമെന്ന് LDF സ്ഥാനാർത്ഥി ആനി രാജയും പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ CPI വയനാട്ടിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്ന് MM ഹസൻ തിരിച്ചടിച്ചു. വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി എത്തുന്നതോടെ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ നേർക്കുനേർ മാറ്റുരയ്ക്കുന്നുവെന്ന പ്രത്യേകതയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ മുഖമായ രാഹുൽ ഗാന്ധിയെ വെറും കേരളത്തിലെ കോൺഗ്രസുകാരനാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥി ആനി രാജ കുറ്റപ്പെടുത്തി. ദേശീയതലത്തിൽ BJP ഇത് പ്രചരണായുധമാക്കിയാൽ അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനെന്നും അവർ പറഞ്ഞു. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ 20 സീറ്റിലെയും സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതിനെ എത്രമാത്രം ലാഘവത്തോടെ കാണുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു സമുന്നതനായ നേതാവിനെ ഇവിടെ LDFനെതിരെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. BJPക്കെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് എന്നായിരുന്നു CPI ജനറൽ സെക്രട്ടറി D രാജയുടെ പ്രതികരണം. ഇതിനായി മറ്റൊരു മണ്ഡലം തെരഞ്ഞെടുക്കണമായിരുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ആലോചന നടത്തണമെന്നും D രാജ 24നോട്. Even if he has decided or his party has decided to contest one seat in South India, then they could have preferred Karnataka, where Congress party has its government. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വയനാട്ടിൽ CPI മത്സരിക്കരുതെന്നായിരുന്നു UDF കൺവീനർ MM ഹസന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധി വയനാട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും മത്സരിച്ചാൽ വയനാട്ടിൽ CPI ജയിക്കുമെന്നുള്ള ധ്വനിയിലാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും വിജയസാധ്യതയുള്ള നേതാവെന്ന നിലയ്ക്ക് നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് രാഹുൽ ഗാന്ധിക്ക് CPI ഉൾപ്പെടെയുള്ളവർ പിന്തുണ കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ രാഹുൽ ഗാന്ധിയോട് പോയി എവിടെയെങ്കിലും മത്സരിക്കാൻ പറയാനല്ല. BJP സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ വയനാട്ടിലെത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങളുമുണ്ട്. 24 വയനാട്. ജിനീഷ് ജോൺ മാമ്പള്ളി ഐമനം പറയുന്നു, ആഷ്മി എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്? പ്രഖ്യാപനം താമസിച്ചാൽ സ്ഥാനാർത്ഥികളും മാധ്യമപ്രവർത്തകരും വെയിൽ കൊണ്ടൊരു പരുവാകുമെന്ന് പറയണം. അധികം വൈകില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ കൊടിയ വെയിലാണ്, കൊടിയ ചൂടാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ഉപ്പാട് വരും എന്നതിലൊരു തർക്കമില്ല ഈ ചൂടിൽ.
എന്തായാലും BJP പ്രവേശനത്തിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റ ഇടപെട്ടിട്ടില്ലെന്ന് പത്മജ വേണുഗോപാൽ. തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാൻ കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിച്ച് പത്മജ. BJPയിലേക്ക് ക്ഷണിച്ചത് ഡൽഹിയിൽ നിന്ന് നേരിട്ടാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കാലുവാരുന്ന സ്വഭാവമുള്ളവരാണെന്നും മുരളീധരന്റെ മനസ്സിപ്പോഴും വട്ടിയൂർക്കാവിൽ തന്നെയാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ ചിരിയാ വന്നത്. കാരണം കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഒന്നും പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് ഒരു ആരോപണം പറയുമ്പോൾ കറക്റ്റ് തെളിവുകൾ പുറത്തു കൊണ്ടിട്ടെ. എനിക്ക് 100% അറിയാളല്ലാന്ന് അതുകൊണ്ട് ഒരു തെളിവുകൾ കൊണ്ടിട്ടെ. അപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞോളാം. ആരൊക്കെയാന്ന് വേണമെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് വിളിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാം. എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് ആരാ എന്താന്നുള്ളത്. കാരണം എനിക്ക് ഇവിടുന്നേ അല്ല, ഞാൻ ഡൽഹിയിൽ നിന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പോയി ഇവരോട് സംസാരിച്ചത്. ബെഹ്റ അതിൽ കക്ഷിയേ അല്ല എന്നുള്ളത് ഞാൻ 100% ഞാൻ എൻ്റെ അച്ഛനെ തൊട്ട് പറയുന്നു അല്ല. നേരത്തെ ചൂടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ, ഇപ്പോൾ എന്താണ് മാർച്ച് 9 മുതൽ 10 വരെ പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും എന്ന് പറഞ്ഞാൽ സാധാരണ താപനിലയേക്കാൾ ഒരു 3 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അധികം ചൂട് എന്ന് പറയുകയാണ്. ചൂട് കൂടും, അതാണ്. നഷ്ടപ്പെടുന്ന രാജ്യസഭാ സീറ്റിനെ മറികടക്കേണ്ടത് എങ്ങനെയാണെന്ന് കോൺഗ്രസിന് അറിയാം എന്ന് KC വേണുഗോപാൽ. BJPയെ തോൽപ്പിക്കാൻ ആവശ്യമായ സംഖ്യയാണ് കോൺഗ്രസിന്റെ ടാർഗറ്റ്. പത്മജിയുടെ രാഷ്ട്രീയ മാറ്റം CPIM BJP പാക്കേജാണെന്നും മുൻ DGP ലോക്നാഥ് ബെഹ്റയാണ് BJP പ്രവേശനത്തിന് പിന്നിലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ആലപ്പുഴയിലേക്ക് പുറപ്പെടാനൊരുങ്ങുന്ന KC വേണുഗോപാൽ ഇപ്പോൾ 24 ചേരുകയാണ്. KR ഗൗരിയമ്മയെ പരാജയപ്പെടുത്തിയ ആളാണ് എതിർ സ്ഥാനാർത്ഥി. മത്സരം കടുപ്പമല്ലേ? അല്ല, എതിർ സ്ഥാനാർത്ഥിയെ കുറച്ച് കാണാൻ ഒട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരഞ്ഞെടുപ്പാണ്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട്, അവരുടേതായിട്ടുള്ള ഇതുണ്ട്. ഞാൻ ആരെയും കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല മത്സരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ രാജ്യസഭ ഉപേക്ഷിക്കുമ്പോൾ അവിടെ വരുന്നത് BJP അംഗമാകും. അപ്പോൾ CPMന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് വരുന്നത് എന്ത് സന്ദേശമാകും നൽകുക? ഞാൻ പലവട്ടമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷനാണ്. ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് BJPയെ പരമാവധി തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്പറുമായിട്ട് കോൺഗ്രസ് വരിക എന്നുള്ളതാണ്. കോൺഗ്രസ് ആ നമ്പറുമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഘട്ടകാലത്ത് ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടി മതിച്ച് എതിരാളികളെയെല്ലാം ജയിലിലടച്ച് അവരെയെല്ലാം കേസിൽപ്പെടുത്തി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു ഗവൺമെൻറ്റിനെ അന്ത്യം കുറിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഓരോ സീറ്റും നിർണായകമാണ്. ആ സീറ്റുമായി മുന്നോട്ട് വരും. ഈ കോൺഗ്രസിന് വോട്ട് ചെയ്തത് BJP അംഗങ്ങൾക്ക് കൊടുത്ത തുല്യമാണെന്ന ആരോപണമാണ്, അല്ലെങ്കിൽ പ്രചരണമാണ് സംസ്ഥാനം നടക്കുന്നത്. ഇതിനെങ്ങനെ മറികടക്കും? അത് ഫലത്തിൽ തെളിയിക്കേണ്ടത് CPM ആണ്. ബംഗാളിലെ BJP ആരാണ് ഇപ്പോൾ സത്യത്തിൽ? വാട്ട് യു മീൻ ബൈ BJP ഓഫ് ബംഗാൾ? CPMൻ്റെ മുഴുവൻ പാർട്ടി ഓഫീസുകളും സുഹൃത്തുക്കളെ ഇപ്പോൾ BJP ഓഫീസായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് തരാം, ഒരു 10-20 MLA-മാരുടെ ലിസ്റ്റ് തരാം. CPM MLA-മാർ BJP ചേർന്നിരിക്കുന്നത് ബംഗാളിലാണെന്ന് പറഞ്ഞ് കൊഴിയാൻ പറ്റില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കാലഘട്ടത്തെ നേരിടാൻ ശക്തിയില്ലാത്ത ത്രാണിയില്ലാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പോവും. അതിനെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. എല്ലാവരും പറഞ്ഞു തെലങ്കാന മുഴുവൻ വാഷ് ഔട്ട് ചെയ്ത് കോൺഗ്രസ് നിന്ന് പോയി. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്ന് ഗവൺമെൻറ് ഉണ്ടാക്കിയവരാണ്. കർണാടക ഞങ്ങളുടെ പാർട്ടിയിൽ MLA-മാർ രാജിവെച്ച് മുഴുവൻ പോയി, ഗവൺമെൻറ് പോയി എന്ന് പറഞ്ഞു. ഒരു ചോദ്യം, രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പുനരാലോചിക്കണമെന്നാണ് CPI ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യത്തിനടക്കം തിരിച്ചടി ഉണ്ടാകുന്ന ഒരു തീരുമാനമാകും അത്. സുഹൃത്തെ, ഞങ്ങളിത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നേരത്തെ അവിടുത്തെ MP ആണ്, ഇപ്പോഴും MP ആണ്. രാഹുൽ ഗാന്ധിയോടോ ഇന്ത്യ സഖ്യത്തോടോ മമതയുണ്ടെങ്കിൽ കാര്യമായ സ്റ്റേക്കൊന്നും ഇല്ലാത്ത പാർട്ടിയാണ് അവിടുത്തെ CPI വയനാട്ടിൽ. അവർ പിൻവലിക്കുകയാണ് വേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, ഒരു CPM BJP പാക്കേജാണ് ഇത്. എന്തായാലും ആലപ്പുഴയിലേക്ക് KC പോകാൻ ഒരുങ്ങും മുമ്പാണ് ഇപ്പോൾ 24 പ്രതികരിച്ചിരിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷയിലാണ്. എതിരാളി ആരാണ് നോക്കുന്നില്ല. കാരണം പാർലമെന്റിൽ കോൺഗ്രസ് ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിന്റെ എല്ലാ നടപടികളും ഇത്തവണത്തെ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടാകുമെന്നാണ് KC ഇപ്പോൾ വ്യക്തമാക്കിയത്. ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ, 24. പൂവച്ചൽ ഒരാൾക്ക് വെട്ടേറ്റൊരു വാർത്ത വരുന്നുണ്ട്. പൂവച്ചൽ സ്വദേശി സിറാജുദ്ദീൻ 58 വയസ്സാണ് പ്രതിപിടിയിൽ. പൂവച്ചർ കൊണ്ണിയൂർ സ്വദേശി സുബിയാൻ ആണ് പിടിയിലായത്. എന്താണ് കാരണം അല്പസമയത്തിനും അറിയാനും കഴിയും. ആലപ്പുഴയിൽ 100% വിജയം ഉറപ്പെന്ന് LDF സ്ഥാനാർത്ഥി AM ആരിഫ്. KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തെല്ലും ആശങ്കയില്ല. KR ഗൗരിയമ്മയെ തോൽപ്പിച്ചാണ് താൻ പാർലമെന്റ് രംഗത്തേക്ക് വന്നത്. KC വേണുഗോപാൽ അതിലും ശക്തനായ സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നില്ലെന്നും AM ആരിഫ് 24 പറഞ്ഞു. 100%, ഒരു ശതമാനം പോലും എനിക്കതിനകത്ത് ആശങ്കയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം ഈ KC വേണുഗോപാലിനെ പോലെ തന്നെ പ്രാഗൽഭ്യമുള്ള ആളുകളായിട്ട് തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗൗരിയമ്മയേക്കാൾ വലിയൊരു പ്രാഗൽഭ്യം ഞാൻ ആരെല്ലാം കാണുന്നില്ല. പ്രഗത്ഭരുമായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. മത്സരിച്ച് ജയിക്കുക എന്നുള്ളതാണ്.
ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഫോക്കസോട് കൂടിയ വിമർശനം നടത്താൻ വികസനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. കാര്യം നമ്മുടെ ആവശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇടപെടുക എന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കി പ്രവർത്തിച്ചോ എന്ന സംശയം എനിക്കിപ്പോഴും ബാക്കിയുണ്ട്. തൃശ്ശൂരിൽ ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികൾ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയെന്നൊരു സങ്കട വാർത്ത വരുന്നുണ്ട്. ശാസ്താംപൂവം കോളനിക്കടുത്ത് വനാതിർത്തിയിൽ ഫയർ ലൈനിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാജശേഖരൻ്റെ മകൻ അരുൺകുമാർ 8 വയസ്സേ ഉള്ളൂ. ഇവിടെ സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, പാലക്കാട് ഇപ്പോൾ ചൂട് 40 ഡിഗ്രി ആയിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് ചുട്ടുപൊള്ളുന്നുണ്ട് പാലക്കാട് എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും വലിയ ചൂടാണ് എന്ന് പറയുന്നു പ്രേക്ഷകർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള BDJ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 2 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മാവേലിക്കരയിൽ ബൈജു കലാശാലയും ചാലക്കുടി KA ഉണ്ണികൃഷ്ണനും മത്സരിക്കും. ഇന്നലെ ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അതിൽ വെച്ച് 2 നിയോജകമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് 2 നിയോജകമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും 2 ദിവസത്തിനുള്ളിൽ തന്നെ മറ്റ് 2 നിയോജകമണ്ഡല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ കൂടിയിട്ടുള്ള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത്. ഇന്ന് പ്രഖ്യാപിക്കുന്നത് മാവേലിക്കര നിയോജകമണ്ഡലത്തിൽ ബൈജു കലാശാലയാണ് മത്സരിക്കുന്നത്. 2 ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ KA ഉണ്ണികൃഷ്ണനാണ് മത്സരിക്കുന്നത്. റബ്ബർ ബോർഡിന്റെ വൈസ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ടോബി ജോൺസൺ, ടോബി, എന്തുകൊണ്ടാണ് എല്ലാ സീറ്റിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത്? തുഷാർ മത്സരിക്കുമെന്ന ചോദ്യത്തിനുള്ള മറുപടി എന്തായിരുന്നു ടോബി? ഹാഷ്മി, 2 സീറ്റുകൾ മാത്രം. അതിനുള്ളൊരു കാരണം മതമേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, പല പ്രമുഖരെയും നേരിട്ട് കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 2 സീറ്റുകൾ, അത് പ്രധാനപ്പെട്ട 2 സീറ്റുകളാണ്. മധ്യകേരളത്തിലെ കോട്ടയവും ഇടുക്കിയുമാണ്. ഈ 2 സീറ്റുകളിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ അടക്കം ഒരു പിന്തുണ ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യം BDJസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 സീറ്റുകളുടെ പ്രഖ്യാപനം 2 ദിവസത്തിന് ശേഷം നടത്തുമെന്ന് പറഞ്ഞത്. ഈ സീറ്റിൽ, കോട്ടയം സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അദ്ദേഹത്തോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ BJP നേതൃത്വം അടക്കം താൻ മത്സരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ അടക്കം ചർച്ചയിലുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാനവട്ട ചർച്ചകൾ ഉണ്ടാകും. തുടർന്ന് 2 സീറ്റുകളിലുള്ള പ്രഖ്യാപനം കൂടി ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാവേലിക്കരയും ചാലക്കുടിയുമാണ്. മാവേലിക്കരയിൽ നമുക്കറിയാവുന്നതുപോലെ KPMSന്റെ നേതാവായിരുന്നു അദ്ദേഹം ഇപ്പോൾ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ട്. UDFന് വേണ്ടി മാവേലിക്കരയിൽ മത്സരിച്ച വ്യക്തിയാണ് ബൈജു കലാശാല. അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയായിട്ട് മാവേലിക്കരയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചാലക്കുടിയിൽ KA ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹം റബ്ബർ ബോർഡിന്റെ വൈസ് ചെയർമാനാണ്. BDJസിന് വേണ്ടി മികച്ച ഒരു വിജയം നേടാൻ സാധിക്കുമെന്നാണ് അദ്ദേഹവും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് BDJs ചേർന്നത്. ആ സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് ഈ ഒരു ചർച്ച. 2 സീറ്റുകൾ ആദ്യം പ്രഖ്യാപിക്കാം, തുടർന്ന് കോട്ടയവും ഇടുക്കിയും അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാം. അതിനുള്ളൊരു കാരണമായി പറയുന്നത് ഇത് തന്നെയാണ്. മതമേലധ്യക്ഷന്മാരടക്കം പ്രമുഖരായിട്ടുള്ള മറ്റ് വ്യക്തികളടക്കം ഇവരുടെയൊക്കെ ഒരു പിന്തുണ ഉറപ്പാക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും ഈ 2 സീറ്റുകളുടെ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകൾ ആളുകളുമായി നടത്തിയതിനു ശേഷം മാത്രമേ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാഷ്മി. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് BDJ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ വിവരങ്ങൾ നൽകിയത്. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം DMK സഖ്യത്തിൽ ഒരു രാജ്യസഭാ സീറ്റ് MNMന് നൽകാൻ ധാരണയായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്നും DMK സഖ്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും കമൽഹാസൻ പറഞ്ഞു. മനേഷ് മൂർത്തി ചേർന്നു. മനേഷ്, കോയമ്പത്തൂരടക്കം 3 സീറ്റുകൾ എന്നൊക്കെ പ്രതീക്ഷകളൊക്കെ നേരത്തെ മക്കൾ നീതി മയ്യം നേതാക്കൾ പ്രതീക്ഷ പങ്കുവച്ചത് കണ്ടു. എന്തായാലും ആവശ്യങ്ങൾ പിൻവലിക്കുന്നു, പൂർണ്ണ ഉപാധികളില്ലാത്ത പിന്തുണ. അതേസമയം രാജ്യസഭയിലേക്ക് ഒരു സീറ്റല്ലേ? അതെ ആശ്മി, ആ രീതിയിലാണ് എന്തായാലും ഇപ്പോൾ ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം MNM DMK സഖ്യത്തിൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2019ലും 2021ലും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു മക്കൾ നീതി മയ്യം ചെയ്തത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു ചർച്ച, അതായത് DMK സഖ്യത്തിലെത്താനുള്ള ഒരു ചർച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നിരുന്നു. ഇന്നാണ് ഇപ്പോൾ ആ ചർച്ച ഒരു ഫലപ്രാപ്തിയിൽ എന്തായാലും എത്തിയിരിക്കുന്നത്. ആ ചർച്ച പ്രകാരമാണെങ്കിൽ, അല്ലെങ്കിൽ തീരുമാനപ്രകാരം ഇതാണ്: ഒരു രാജ്യസഭാ സീറ്റ്, അടുത്ത വർഷത്തിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മക്കൾ നീതി മയ്യത്തിന് നൽകും. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ള കാര്യവും കമൽഹാസൻ പറയുന്നു. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ പുതുച്ചേരിയിലുമുള്ള എല്ലാ മണ്ഡലങ്ങളിലും താരപ്രചാരകനായി താൻ DMKക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും എന്ന കാര്യവും പറയുന്നുണ്ട്. മാത്രമല്ല MNM പരിപൂർണമായിട്ടുള്ള പിന്തുണ DMK സഖ്യത്തിന് നൽകുന്നു. എല്ലാ ഇടങ്ങളിലും
മണ്ഡലങ്ങളിലും അത് കൃത്യമായി തന്നെ DMK-ക്കൊപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ DMK സഖ്യ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള കാര്യവും എന്തായാലും പറഞ്ഞിരിക്കുന്നു. എന്തായാലും അല്പ ദിവസങ്ങളിലായി ചർച്ചകൾ അത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കൂടുതൽ സീറ്റുകൾ ആ രീതിയിലേക്കൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇന്നിപ്പോൾ വന്ന മാറ്റമെന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റ് നൽകുന്നു. മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം കോയമ്പത്തൂർ സീറ്റാണ് പ്രധാനമായും MNM ചോദിച്ചിരുന്നത്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽഹാസൻ മത്സരിച്ച സീറ്റാണ്. അവിടെ ആ കോയമ്പത്തൂർ സീറ്റ് നൽകണമെന്നുള്ളതായിരുന്നു MNMന്റെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ അങ്ങനെ സീറ്റ് നൽകുമ്പോൾ അവിടെ CPM-മായി ഒരു ധാരണ പിശകുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം CPM കഴിഞ്ഞ തവണ ജയിച്ച മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം CPM-ൽ നിന്നും ഈ കോയമ്പത്തൂർ മണ്ഡലം എടുത്ത് അത് MNM-ന് നൽകുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ സഖ്യസാധ്യതയെ അല്ലെങ്കിൽ സഖ്യത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും DMK മുന്നിൽ കണ്ടിരുന്നു. എന്തായാലും അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു ഫോർമുല ഇപ്പോൾ ഒരു ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യസഭാ സീറ്റ് നൽകുന്നു, ലോക്സഭാ സീറ്റിൽ MNM മത്സരിക്കുന്നില്ല. പക്ഷേ എല്ലാ മണ്ഡലങ്ങളിലും താരപ്രചാരകനായി കമൽഹാസൻ DMK-ക്ക് വേണ്ടി ഇറങ്ങുമെന്നും പറയുന്നുണ്ട്. മനേഷ് മൂർത്തിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലെ ആദിവാസി കോളനിയിൽ നിന്നും ഒരാഴ്ച മുമ്പ് കാണാതായ 2 കുട്ടികൾ, ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. രാജശേഖരന്റെ മകൻ അരുൺ കുമാറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ശാസ്താംപൂവം കോളനിക്കടുത്ത് വനാതിർത്തിയിൽ ഫയർ ലൈനിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സൂരജ് സജീവ് വിവരങ്ങൾ വച്ചിരുന്നു. സൂരജ്, എന്താണ് പോലീസ് പറയുന്നത്? എന്തായാലും വലിയ വേദന ഉണ്ടാക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവമായി പോയി സൂരജ്. ചേർന്ന് നടത്തിയ ഈ ദൗത്യത്തിനൊടുവിലാണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ശാസ്താംപൂവം കോളനിയിലെ രാജശേഖരന്റെ മകൻ 8 വയസ്സുള്ള അരുൺകുമാറിനെയാണ് ഇത്തരത്തിൽ ഈ ശാസ്താംപൂവം കോളനിക്ക് സമീപമുള്ള വനാതിർത്തിയിലെ ഫയർ ലൈനിന് സമീപം മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കുട്ടിക്ക് ആനയുടെ ചവിട്ടേറ്റാണ് ഈ കുട്ടി മരിച്ചത് എന്ന തരത്തിലുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. എന്തായാലും അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസും കടന്നിരിക്കുകയാണ്. എന്തായാലും ഈ വനംവകുപ്പിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും എല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു ഇന്ന് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തേക്ക് സബ് കളക്ടർ അടക്കമുള്ള ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു 15 മിനിറ്റിനകം ഈ മൃതദേഹം ഉള്ള സ്ഥലത്തേക്ക് ഇവരെല്ലാവരും എത്തിച്ചേരും. അതിനുശേഷം മാത്രമായിരിക്കും ഈ മരണകാരണം എന്ത് എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വരികയുള്ളൂ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുട്ടിയെ കൂടി കണ്ടെത്താനുണ്ട്. ഇന്നലെയാണ് ഈ കുടുംബം പരാതി നൽകുന്നത്. 2-ാം തീയതി ഈ കുട്ടികളെ കാണാതായി. പക്ഷെ ബന്ധുവീടുകളിൽ ഈ കുട്ടികൾ പോയതായിരിക്കുമെന്ന് കരുതി ബന്ധുക്കൾ ആദ്യഘട്ടത്തിൽ പരാതിപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ കുട്ടികളെ കാണാതായി എന്ന വിവരം മനസ്സിലായതോടുകൂടി ഇന്നലെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്ന് വനംവകുപ്പും പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇന്ന് രാവിലെ 7 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് 15-ലധികം ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന 7 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഉൾവന തിരച്ചിലിനിടയിലാണ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കുട്ടിയെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ നിലവിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടരുന്നുമുണ്ട്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ വിധികർത്താക്കൾ പണം വാങ്ങിയതായി സംശയം. സർവകലാശാല യൂണിയന്റെ പരാതിയിൽ 3 വിധികർത്താക്കളെയും അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ. അജീഷ്, സർവകലാശാല യൂണിയൻ പരാതി നൽകണമെങ്കിൽ അതിൽ കഴമ്പുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ ഒരു ആരോപണവും അറസ്റ്റുമാണ്. അജീഷ്, കാശ്മീർ തീർച്ചയായും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് യുവജനോത്സവത്തിന്റെ ഭാഗമായുള്ള മാർഗംകളി മത്സരം നടന്നത്. ഈ മത്സരത്തിന് ഫലം പ്രഖ്യാപിച്ചപ്പോൾ മാറി വീനസ് കോളേജ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനുമായിരുന്നു വിധികർത്താക്കൾ നൽകിയത്. എന്നാൽ ഈ മത്സരത്തിനിടയിൽ തന്നെ ഈ മാറി വീനസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ചില പിഴവുകൾ പറ്റിയെന്നും എന്നാൽ അതുണ്ടായിട്ട് പോലും ഇവർക്ക് തന്നെ 1ാം സ്ഥാനം കൊടുത്തതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് ഇവരെ വിദ്യാർത്ഥികൾ തന്നെ തടഞ്ഞു വെക്കുകയായിരുന്നു. പിന്നീട് ഇവരുടെ മൊബൈൽ ഫോൺ അടക്കം ഈ വിദ്യാർത്ഥികൾ യൂണിയൻ ഭാരവാഹികളടക്കം പിടിച്ചു വെക്കുകയും പിന്നീടാണ് ഇന്ന് രാവിലെ കലോത്സവം താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ സിൻഡിക്കേറ്റും അതേപോലെ തന്നെ സർവകലാശാല യൂണിയന്റെ ഭാരവാഹികളും അപ്പീൽ കമ്മിറ്റിയും അടക്കമുള്ളവർ ചേർന്ന് യോഗം ചേർന്നിരുന്നു. ഈ യോഗം ചേർന്നതിന് ശേഷമാണ് സർവകലാശാല യൂണിയൻ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത്. ഇവർ 3 പേരും കോഴ വാങ്ങിയാണ് വിധി അട്ടിമറിച്ചതെന്നാണ് ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 3 പേരെ കൂടാതെ 3 പേരെയും ഒപ്പം തന്നെ ഒരു ഇടനിലക്കാരനെയും കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ചോദ്യം ചെയ്തതിന് ശേഷം ഇവർ കോഴ വാങ്ങിയിട്ടുള്ളോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരും. കാശ്മീർ. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ അതിഗുരുതര ആരോപണമാണ്, ആഴത്തിൽ അന്വേഷണം വേണ്ട ആരോപണമാണ്. കേരള സർവകലാശാല യൂത്ത് ഫെസ്റ്റിവലിന് തന്നെ ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കുന്ന ആരോപണമാണ്. അന്വേഷണം നടക്കട്ടെ. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TDPയും BJPയും ജനസേനയും സീറ്റ് ധാരണയിലേക്ക്. TDP മുന്നോട്ട് വെച്ച ഫോർമുല ഇരുകൂട്ടരും അംഗീകരിച്ചു. മധ്യപ്രദേശിൽ കോൺഗ്രസിന് തിരിച്ചടി നൽകി മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പച്ചൗരിയും മുൻ MP ഗജേന്ദ്ര സിംഗ് രാജുഖേദിയും BJPയിൽ ചേർന്നു. സീറ്റ് വിഭജനമായിരുന്നു തെലുങ്കുദേശം പാർട്ടിക്കും NDAയ്ക്കുമിടയിലുണ്ടായിരുന്ന പ്രതിസന്ധി.
സഖ്യകക്ഷികൾക്കായി TDP വാഗ്ദാനം ചെയ്ത സീറ്റുകളുടെ എണ്ണത്തിൽ ആദ്യം അതൃപ്തി അറിയിച്ച BJP പിന്നീട് വഴങ്ങി. ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചയിലാണ് ധാരണ. TDP മുന്നോട്ട് വെച്ച ഫോർമുല സഖ്യകക്ഷികളായ BJPയും ജനസേനയും അംഗീകരിച്ചതായാണ് വിവരം. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ സീറ്റുകളിൽ 8 സീറ്റുകളിൽ മാത്രം ജനസേനയും BJPയും മത്സരിക്കാനാണ് സാധ്യത. നിയമസഭയിൽ ഇരു പാർട്ടികൾക്കും 28 മുതൽ 32 വരെ സീറ്റുകൾ ലഭിക്കും. ബാക്കി സീറ്റുകളിൽ TDP മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA 400 മുകളിൽ സീറ്റുകൾ നേടണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് BJP സഖ്യസാധ്യതകൾ തേടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. ഭോപ്പാലിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് പചൌരി, മുൻ MP ഗജേന്ദ്ര സിംഗ് രാജ്ഖേദി, പാർട്ടിയുടെ മുൻ MLAമാർ ഉൾപ്പെടെ നിരവധി പേർ BJPയിൽ ചേർന്നു. 24 ഡൽഹി. SDPയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്തെ ഒരു വിഭാഗം ആളുകൾ തന്നെ വേട്ടയാടുന്നു സിറ്റിംഗ് MPയും കാസർഗോഡ് UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ. ജില്ലയിലെ മുഴുവൻ SDPI പ്രവർത്തകർക്കും ഈ വികാരമില്ല. ഇത്തവണ SDPI പിന്തുണ UDFന് കിട്ടുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പുകൾ സ്വീകരിക്കുന്ന സമീപനം എപ്പോഴും നിങ്ങളുടെ ശത്രുവിനെ ജയിപ്പിക്കാൻ സഹായിക്കുന്ന നിലപാടുകളാണ്. അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ മഞ്ചേശ്വരം ഭാഗത്ത് ചില ആളുകൾ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അല്ലാതെ അങ്ങനെ SDP എന്ന് പറയുന്ന ആൾ വ്യാപകമായിട്ടൊന്നും എനിക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. റീന സതീശൻ പറയുകയാണ്, ഹാഷ്മി, കണ്ണൂരിലെ തെയ്യം കലാകാരന്മാരാണ് വെയിലിൻ്റെ ചൂട് അധികം അനുഭവിക്കുന്നത്. ഷർട്ടിടാതെയാണ് പല കാവുകളിലും ഉച്ചസമയത്ത് പോലും വാദ്യക്കാരുടെ നിൽപ്പ്. അങ്ങനെ നിൽക്കാതെ പറ്റുകയുമില്ല. എന്താ ചെയ്യുക റീന? വേറൊരു പ്രശ്നം പറയുകയാണ്, ഹാഷ്മി, വലയുമായി രാജേന്ദ്രനെ പിടിക്കാൻ പോയവർ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, വല കയറിയിട്ടില്ല രാജേന്ദ്രൻ. പക്ഷേ വല വളരെ സജ്ജമായിട്ടുണ്ട് എന്നാണ് അറിയാനും കഴിയുന്നത്. ഓക്കെ. അരുൺ, വയനാട് പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ സങ്കടം വരുന്നു. വീണ്ടും ബൈ ഇലക്ഷൻ വരുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എല്ലാ മുന്നണികളും നിർത്തണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം. എത്ര പണമാണ് പാഴാകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അഭിമാന പോരാട്ടം ആകുമ്പോഴേക്കും അവരുടെ ഏറ്റവും ബെസ്റ്റ് ബെറ്റ്സിനെ ഇറക്കാൻ വേണ്ടി എല്ലാ മുന്നണികളും ശ്രമിക്കും. സ്വാഭാവികം അതുകൊണ്ടുകൂടിയാണ് നിയമസഭയിലൊക്കെ മിന്നുന്ന വിജയം നേടിയവരെ തന്നെ മണ്ഡലം പിടിക്കാൻ നിയോഗിക്കുന്നത്. ഈ പറഞ്ഞ അരുൺ വയനാട് പറഞ്ഞതിൽ കഥയില്ലാതില്ല. കട്ടപ്പന കൊലപാതകത്തിലെ ദുരൂഹതകൾ നീങ്ങുമോ? ഇടുക്കി കട്ടപ്പന കാഞ്ചിയാറിൽ കൊലപാതകം നടന്നു എന്ന് സംശയിക്കുന്ന വീടിന്റെ തറ പൊളിച്ച് പരിശോധിക്കാൻ പോലീസ്. കൊലപാതകം നടന്നു എന്ന് സ്ഥിരീകരിക്കാനാണ് പോലീസ് നീക്കം. മോഷണക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി നിതീഷിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. കട്ടപ്പനയിൽ 2 പേരെ കൊലപ്പെടുത്തി 2 വീടുകളിലായി കുഴിച്ചുമൂടിയെന്ന സംശയത്തിന് ഇന്ന് വ്യക്തത വന്നേക്കും. പ്രതിയെന്ന് സംശയിക്കുന്ന നിതീഷിനെ ചോദ്യം ചെയ്യാനാകുമെന്ന വിശ്വാസത്തിലാണ് പോലീസ്. വൈകിട്ടോടെ കാഞ്ചിയാറിലെ വീട്ടിൽ പരിശോധന നടത്തും. മോഷണക്കേസിൽ അറസ്റ്റിലായ മറ്റൊരു പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെ കൊലപ്പെടുത്തി ഇവിടെ കുഴിച്ചിട്ടു എന്നാണ് സംശയം. വീടിന്റെ തറയിൽ പുതിയതായിട്ട് കോൺക്രീറ്റ് പൊളിച്ച് പരിശോധന നടത്തും. ഇവിടെ നിന്നും സംശയത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ചാൽ കുഞ്ഞിനെ മറവ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്തും പരിശോധനയുണ്ടാകും. എന്നാൽ ഈ ആരോപണങ്ങളെക്കുറിച്ചോ പ്രതികളെക്കുറിച്ചോ തങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് ജനപ്രതിനിധികളടക്കം പറയുന്നത്. അച്ഛനും മോനും മാത്രമുള്ളെന്നായിരുന്നു നമുക്ക് അന്ന് അറിവ് കിട്ടിയത്. പിന്നെ ഞാൻ ഇവിടെ പല പ്രാവശ്യം ഈ വീട്ടുകാരെ പരിചയപ്പെടാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴൊന്നും ഇവരെ കണ്ടിട്ടില്ല. നമ്മുടെ വാർഡിൽ നിന്ന് ഹരിതകർമ്മസേനക്കാരും ആശാവർക്കർമാരും കൂടെ വരാറുണ്ട് വീടുകൾ സന്ദർശിക്കുമ്പോൾ. ആ സമയത്തൊന്നും ഇവർ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. വിഷ്ണുവും പിതാവ് വിജയനും ചേർന്നാണ് വീട് വാടകയ്ക്കെടുത്തത്. സഹോദരിയും മാതാവും പൂനെയിൽ ജോലി ചെയ്യുകയാണെന്ന് വിഷ്ണു അയൽവാസിയോട് പറഞ്ഞിരുന്നു. കൂടാതെ വിഷ്ണു എന്ന പേരിനു പകരം അജിത്ത് എന്നാണ് പറഞ്ഞിരുന്നതും. ഇവിടെ ഒരു പയ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ അടുത്ത് പേര് പറഞ്ഞ അജിത്ത് എന്നായിരുന്നു പേര് പറഞ്ഞിരുന്നത്. പിന്നീട് പറഞ്ഞ ആ പേരൊക്കെ നുണയായിരുന്നു പിന്നെ അറിയുന്നത്. കൂടെ ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ പറയും ഒരു അച്ഛൻ്റെ അനിയൻ്റെ മോനോ അങ്ങനെ എന്തോ കൂടെ ഒരു ആളും കൂടി ഉണ്ടെന്ന് മാത്രം പറയും. കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുന്ന വിജയനെ നാട്ടുകാരും കണ്ടിട്ടില്ല. മോഷണക്കേസിൽ പരിക്കുപറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള വിഷ്ണുവും കൊലപാതകത്തെപ്പറ്റിയുള്ള വിവരം പോലീസിന് നൽകിയതായാണ് സൂചന. 24 ഇടുക്കി. പാലക്കാട് ക്ഷേത്രത്തിലെ കനൽച്ചാട്ട വഴിപാടിനിടെ തീക്കൂനയിലേക്ക് വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക്. ആലത്തൂർ മേലാർകോട് പുത്തൻതറ മാരിയമ്മൻ കോവിലാണ് സംഭവം. സാരമായി പൊള്ളലേറ്റ വിദ്യാർത്ഥി ചികിത്സയിലാണ്. ആലത്തൂർ മേലാർകോട് പുത്തൻതറ മാരിയമ്മൻ കോവിലിലെ പൊങ്കൽ ഉത്സവത്തിനിടെയാണ് അപകടം. 5:30 കനൽച്ചാട്ടം വഴിപാട്. കനലിലൂടെ ചാടുന്നതിനിടെ 10 വയസ്സുകാരൻ തീക്കൂനയിലേക്ക് വീഴുകയായിരുന്നു. അപകടമുണ്ടായ ഉടൻ തന്നെ വിദ്യാർത്ഥിയെ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്ക് ഗുരുതരമല്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു.
മാരിയമ്മൻ കോവിലിലെ ഉത്സവാഘോഷവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നടന്നുവരുന്ന ചടങ്ങാണിത്. 24 പാലക്കാട്. പേട്ടയിൽ 2 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻകുട്ടിയുമായി ആലുവയിൽ തെളിവെടുപ്പ് നടത്തി. കൃത്യം നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രം കണ്ടെടുത്തു. പ്രതി ആലുവയിൽ ജോലി ചെയ്തിരുന്ന ഹോട്ടലിലായിരുന്നു തെളിവെടുപ്പ്. ആൾമാറാട്ടം നടത്തി രക്ഷപ്പെടാനായിരുന്നു പ്രതിയുടെ ശ്രമം എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. പ്രതി ഹസൻകുട്ടിയുമായി നാടോടി സംഘം കിടന്നുറങ്ങിയിരുന്ന ഗ്രൗണ്ടിലും കുട്ടിയെ ഉപേക്ഷിച്ച പൊന്തക്കാട്ടിലും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ആലുവയിലെയും തെളിവെടുപ്പ്. കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം ട്രെയിൻ മാർഗം ആലുവയിൽ എത്തിയെന്നായിരുന്നു ഹസൻകുട്ടിയുടെ മൊഴി. കൃത്യം നടത്തിയ സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രം ഉൾപ്പെടെ പ്രതി ജോലി ചെയ്ത ഹോട്ടലിലെ തെളിവെടുപ്പിനിടെ കണ്ടെത്തി. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. കുറ്റകൃത്യത്തിനു ശേഷം ആൾമാറാട്ടം നടത്തി രക്ഷപ്പെടാനായിരുന്നു പ്രതിയുടെ ശ്രമമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇതിനായാണ് പഴനിയിൽ പോയി തലമുട്ടയടിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ഈ മാസം 18 വരെയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമായി സമസ്ത മുഖപത്രം. വർഗീയവാദികളുടെ രീതിയിലേക്ക് മുഖ്യമന്ത്രി താഴ്ന്നു പോകാൻ പാടില്ലെന്നാണ് വിമർശനം. പൂഞ്ഞാർ സെന്റ് മേരീസ് ഫറോന പള്ളി മുറ്റത്ത് വിദ്യാർത്ഥികൾ നടത്തിയ അതിക്രമത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലാണ് വിമർശനം. കഴിഞ്ഞ മാസം 23-ന് പൂഞ്ഞാർ സെന്റ് മേരീസ് ഫറോന പള്ളി മുറ്റത്ത് വൈദികന് നേരെയുണ്ടായ അതിക്രമത്തിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് സമസ്തയെ ചൊടിപ്പിച്ചത്. അതിക്രമത്തെ മതം നോക്കി വിലയിരുത്തിയ മുഖ്യമന്ത്രി മതേതര കേരളത്തെ അമ്പരപ്പിച്ചെന്നാണ് മുഖ്യമന്ത്രിക്ക് ഇതെന്തു പറ്റിയെന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലുള്ളത്. വർഗീയ പ്രചാരണത്തിൽ ഉപയോഗിച്ചവരുടെ നാവായി മുഖ്യമന്ത്രി മാറി. ഒരു വിഭാഗത്തെ ബോധപൂർവം കുഴപ്പക്കാരായി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്നും സമസ്ത കുറ്റപ്പെടുത്തി. ആരെ സുഖിപ്പിക്കാനാണ്, ആരുടെ കൈയടി നേടാനാണ് മുഖ്യമന്ത്രി അവാസ്തവമായ കാര്യങ്ങൾ ആരോപിച്ചതെന്നും മുഖപ്രസംഗത്തിൽ ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിച്ചില്ലെന്നും മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. എന്നാൽ പ്രത്യേക മതവിഭാഗത്തെ മോശപ്പെടുത്തുന്ന നിലപാടല്ല മുഖ്യമന്ത്രിയുടേതെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. തിരുവനന്തപുരത്ത് നടന്ന മുഖാമുഖം പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. 24 കോഴിക്കോട്. രാകേഷ് റോഷൻ ചോദിക്കണം, എന്താ ആഷ്മി ഇപ്പോൾ പഴയ മഞ്ഞ പച്ച കൊമ്പന്മാരെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ എന്ന്. ഒരു വിവരവും ഇല്ലാതിരിക്കട്ടെ, എവിടെങ്കിലും പോയി ഇരിക്കട്ടെ, ചുമ്മാ നാട്ടിലിറങ്ങിയ ആൾക്കാരെ ചവിട്ടി കൊല്ലാതിരിക്കട്ടെ. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വിലയിൽ വൻ വർധന. റബ്ബർ വില കിലോയ്ക്ക് 200 കടന്നു. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിച്ചിട്ടും കേരളത്തിലെ കർഷകർക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് വസ്തുത. ആഭ്യന്തര വില വർദ്ധിക്കാത്തതാണ് പിന്നിൽ റബ്ബർ ലോബികളാണെന്നാണ് കർഷകർ പറയുന്നത്. ബാങ്കോക്കിൽ RSS 4-ന്റെ ഇന്നത്തെ വില 204 രൂപയാണ്. RSS 5-ന് 203 രൂപയും. കഴിഞ്ഞ ഒരാഴ്ചയിൽ വൻ കുതിപ്പാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്നത്. ആവശ്യകത വർദ്ധിക്കുകയും ഉൽപാദനം കുറയുകയും ചെയ്തതാണ് വില വർദ്ധിക്കാനുള്ള കാരണം. ഇതിനു മുൻപ് 2012-ലായിരുന്നു സമാനമായ രീതിയിൽ ആഗോള മാർക്കറ്റിൽ വില വർദ്ധിച്ചത്. അന്ന് കേരളത്തിലെ കർഷകർക്ക് 1 കിലോ റബ്ബറിന് 238 രൂപ വരെ ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ആഭ്യന്തര കർഷകർക്ക് കാര്യമായ വില ലഭിക്കുന്നില്ല. ഇന്ന് 170 രൂപയാണ് 1 കിലോ റബ്ബറിന് ബോർഡ് നിശ്ചയിച്ച വില. വിപണിയിൽ ഇടപെടാത്ത റബ്ബർ ബോർഡിന്റെ നടപടി ഇതോടെ കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിക്കുമ്പോൾ ഇന്ത്യയിലും വില വർദ്ധിക്കേണ്ടതാണ്. എന്നാൽ നിലവിൽ മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ വിപണിയിൽ ഒരു മാറ്റവുമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേന്ദ്ര സർക്കാരും റബ്ബർ ബോർഡും ഇവിടുത്തെ വൻകിട ടയർ കമ്പനികളും തമ്മിലുള്ള ഒത്തുകളിയുടെ ഫലമായി വിപണിയിൽ ഷീറ്റിന്റെ വില വർദ്ധിക്കാതിരിക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1 കിലോ റബ്ബറിന് ഇറക്കുമതി ചുങ്കം 30 രൂപയാണ്. 15 രൂപ ഇറക്കുമതി ചെലവ് കണക്കാക്കിയാൽ 1 കിലോ റബ്ബർ ഇറക്കുമതി ചെയ്യുമ്പോൾ ടയർ കമ്പനികൾക്ക് 245 രൂപ ചെലവ് വരും. നിലവിൽ രാജ്യത്തെ കർഷകർക്ക് 1 കിലോ റബ്ബറിന് 75 മുതൽ 80 രൂപ വരെ അധികമായി ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. 24 കോട്ടയം. സുജാത എസ് പറയാണ്, വിളിച്ചു വരുത്തുന്ന അപകടത്തെപ്പറ്റി എന്ത് പറയാൻ? മിഥുൻ MG ഇങ്ങനെ ആചാരം കഷ്ടം തന്നെ. ഏത് വാർത്തയുള്ള പ്രതികരണമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സ്ഥാനാർത്ഥികൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന് ഷംസു കൂർക്കോൾ പറഞ്ഞു. അതെന്തിനാവോ? ഷമി പറയുന്നു, ഹാഷ്മി ലോക്സഭാ ഇലക്ഷൻ വരുന്നത് കാരണം ഗ്യാസിന് വില കുറച്ചതുപോലെ ഇന്ധന വിലയും കൂടി കുറച്ചിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് ആശ്വാസമായേനെ എന്ന് പറയണം. അത് തർക്കമില്ല കേട്ടോ. ഗസയിൽ ആകാശമാർഗം ഭക്ഷണം വിതരണം ചെയ്യുന്നതിനിടെ പാരച്യൂട്ട് തകർന്ന് സഹായത്തിനായി കാത്തുനിന്നവർക്ക് ദാരുണാന്ത്യം. നിർജ്ജലീകരണവും പോഷകാഹാരക്കുറവും മൂലം 3 കുട്ടികൾ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മൂലം മരിക്കുന്ന കുട്ടികളുടെ എണ്ണം 23 വിമാനത്തിൽ നിന്ന് ഭക്ഷണം വിതരണം ചെയ്യുന്ന പാരച്യൂട്ട് തകരാറിലായതാണ് അപകടത്തിനു കാരണം. ഭക്ഷണപ്പെട്ടികൾ ഘടിപ്പിച്ച പാരച്യൂട്ട് സഹായത്തിനായി കാത്തുനിന്നവർക്കുമേൽ പതിച്ച് 5 പേർ മരിച്ചു. 10ഓളം പേർക്ക് പരിക്കുണ്ട്. അമേരിക്ക, ഈജിപ്ത്, ജോർദൻ, ബെൽജിയം, ഫ്രാൻസ് തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഗസയിൽ വ്യോമമാർഗം ഭക്ഷണം എത്തിക്കുന്നുണ്ട്.
കടൽ മാർഗം സഹായം എത്തിക്കുന്നതിനുള്ള ഇടനാഴി ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ഗസയിൽ തുറമുഖത്തിന്റെ നിർമ്മാണത്തിനായി അമേരിക്ക 1000 സൈനികരെ വിന്യസിക്കും. അൽഷിഫ ആശുപത്രിയിൽ പട്ടിണി മൂലം 3 കുട്ടികൾ കൂടി മരിച്ചു. അതേസമയം റമദാന് മുൻപ് ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് സാധ്യത മങ്ങുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. വ്രതാരംഭത്തിനു മുൻപ് വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കൈറോയിൽ നടന്ന ചർച്ച ഇസ്രായേലിന്റെ നിസ്സഹകരണത്തെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു. ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിക്കും. ഇസ്രായേലിനെ പിന്തുണച്ചതിൽ പ്രതിഷേധിച്ച് ഈജിപ്ഷ്യൻ, സൗത്ത് ആഫ്രിക്കൻ കലാകാരന്മാർ ജർമ്മനിക്ക് മെഡലുകൾ തിരികെ നൽകി. ഗസയിൽ സഹായമെത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ വിസ പുതുക്കൽ നടപടികൾ വൈകുന്നതിൽ ഇസ്രായേലിനെതിരെ ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥനം കടുത്ത പ്രതിഷേധം അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. അവിടെ പട്ടിണി മൂലം കുഞ്ഞുങ്ങളടക്കം മരിച്ചു. ക്രൂരമായ നരഹത്യ തുടരുകയാണ് ഇസ്രായേൽ. ആരും തടുക്കാനില്ല, എന്ത് തോന്നിയവാസമാകാം എന്ന രീതിയിൽ തുടരുകയാണ്. നടക്കട്ടെ, അല്ല എന്ന് പറയാനല്ലേ. ഷാജി പൊയ്കൽ പറഞ്ഞു, ആഷ്മിൻ്റെ അനിയൻ നൗഫലിന് പോലീസിൽ ജോലി കിട്ടി, പക്ഷേ CPO ആയതുകൊണ്ട് അവൻ പോകുന്നില്ല എന്ന് ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ഹാഷ്മി പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും. ഇപ്പോൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുക. നൗഫലെ, അപ്പോൾ ചേട്ടച്ചാര് പറയുന്നത് കേൾക്കുന്നേ. മാത്രമല്ല CPO റാങ്ക് ലിസ്റ്റിൽ ഉള്ള പ്രവേശനത്തിന് വേണ്ടി ഇപ്പോഴും അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറേ പാവങ്ങൾ കുറേ ദിവസമായി സമരത്തിലാണ്. അപ്പോൾ കിട്ടിയൊരു ജോലി വേണ്ടാന്ന് വെക്കണോ? അതല്ല, അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി കിട്ടുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിൽക്കുക. പക്ഷേ സർക്കാർ ജോലിയാണ്. സർക്കാർ ജോലിക്ക് ഇപ്പോഴും ഒരുപാട് 100 കണക്കിന് മനുഷ്യർ അല്ലെങ്കിൽ ആയിരക്കണക്കിന് യുവാക്കൾ കാത്തിരിക്കുന്ന ജോലിയാണ്. കൈ കിട്ടിയത് വേണമെന്ന് വെക്കണോ? ആലോചിക്കും. ഖാലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജ്ജർ കൊല്ലപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത്. കനേഡിയൻ മാധ്യമമാണ് CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. നിജ്ജർ കൊല്ലപ്പെട്ട 9 മാസം പിന്നിടുമ്പോഴാണ് കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ജൂൺ 18-നാണ് നിജ്ജറുടെ കൊലപാതകം നടന്നത്. മാസങ്ങൾ പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ പോലീസിനു കഴിഞ്ഞിരുന്നില്ല. കനേഡിയൻ മാധ്യമമാണ് കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. സംഘടിതവും ആസൂത്രിതവുമായ കൊലപാതകമാണ് നടന്നതെന്നാണ് കാനഡയുടെ പ്രതികരണം. ആരാധനാലയത്തിനു മുന്നിൽ വാഹനത്തിൽ വന്നിറങ്ങിയ നിജ്ജർക്കുനേരെ മറ്റൊരു വാഹനത്തിലെത്തിയ 2 പേർ വെടിയുതിർക്കുകയായിരുന്നു. അക്രമികൾ രക്ഷപ്പെടുന്നതും ജൂൺ 18-ലെ CCTV ദൃശ്യങ്ങളിലുണ്ട്. നിജ്ജറുടെ കൊലപാതകത്തിൽ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവനയെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു. കാനഡയുടെ ആരോപണം ഇന്ത്യ നിഷേധിക്കുകയായിരുന്നു. 2020-ലാണ് നിജ്ജറെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ധരംശാല ടെസ്റ്റിൽ ഇന്ത്യക്ക് ചരിത്ര ജയം. ഇംഗ്ലണ്ടിനെ ഇന്നിംഗ്സിനും 64 റൺസിനും തകർത്തു. 100-ാം ടെസ്റ്റിൽ 5 വിക്കറ്റ് എടുത്ത അശ്വിനാണ് ഇന്ത്യക്ക് തകർപ്പൻ ജയം ഒരുക്കിയത്. അനിൽ വാസ്തവ്, അനിൽ, ആധികാരിക വിജയം, സമഗ്ര വിജയം, സമ്പൂർണ്ണ വിജയം അല്ലേ? അങ്ങനെ തന്നെയാണ്. 2.5 ദിവസം കൊണ്ട് ഇംഗ്ലണ്ടിനെ ചുരുട്ടിക്കെട്ടിയ ഒരു ചരിത്ര ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ധരംശാലയിൽ ഇന്നിംഗ്സിനും 64 റൺസിനുമാണ് ഇന്ത്യയുടെ ജയം. ഇന്ന് രാവിലെ ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിക്കുകയും വെറും 4 റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യയുടെ 2 വിക്കറ്റ് വീണ് അങ്ങനെ ഇന്ത്യയുടെ ഇന്നിംഗ്സ് 477 അവസാനിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യക്ക് 255 റൺസിൻ്റെ 1-ാം ഇന്നിംഗ്സ് ലീഡാണ് കിട്ടിയത്. പക്ഷേ അത് പ്രതിരോധിക്കാൻ 259 റൺസിൻ്റെ ലീഡായിരുന്നു ഇന്ത്യക്ക് കിട്ടിയത്. പക്ഷേ അതിൽ അത് മറികടക്കാമെന്ന പ്രതീക്ഷയിൽ ഇറങ്ങി ഇംഗ്ലണ്ടിന് പാടെ പിഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ജോ റൂട്ടിൻ്റെ 84 റൺസ് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ നില അങ്ങേയറ്റം പരിതാപകരമായിരുന്നു. ഇതിനേക്കാൾ വലിയ തോൽവി നേരിടേണ്ടി വന്നിരുന്നു. റൂട്ട് പൊരുതി നോക്കി, പക്ഷേ ഈ ഇന്നിംഗ്സ് ജയം തടുക്കാനായില്ല. അങ്ങനെ ഇന്ത്യക്ക് 64 റൺസിൻ്റെയും തകർപ്പൻ ജയം കിട്ടി. ആദ്യ ടെസ്റ്റിൽ തോറ്റ ശേഷമാണ് ഇന്ത്യയുടെ ഈ ഗംഭീര തിരിച്ചുവരവ്. 4 ടെസ്റ്റ് തുടരെ ജയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇന്ത്യക്ക് വലിയൊരു റെക്കോർഡാണ് ഇന്ത്യക്ക് കിട്ടിയത്. 112 വർഷം മുമ്പുള്ള ഒരു ചരിത്രത്തിനൊപ്പം എത്താനുള്ള ഒരു അവസരമാണ് ഇന്ത്യക്ക് ഉണ്ടായത്. ആദ്യ ടെസ്റ്റ് തോറ്റതിന് ശേഷം തുടർച്ചയായ 4 ടെസ്റ്റുകൾ ജയിക്കുക എന്ന് പറയുന്നത് 147 വർഷത്തെ ക്രിക്കറ്റ് ചരിത്രത്തിൽ 4ാമത്തെ സംഭവം മാത്രമാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് 1912-ലാണ്. അന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കിയത്. അങ്ങനെ വലിയൊരു ചരിത്രമാണ് ഇന്ത്യക്ക് കിട്ടിയത്. ഇന്ത്യയുടെ ജയത്തിൽ നിർണായകമായത് 100-ാം ടെസ്റ്റ് കളിക്കുന്ന അശ്വിനാണ്. 5 വിക്കറ്റ് വീഴ്ത്തിയ അശ്വിൻ ഈ ഇന്നിംഗ്സിൽ, ആദ്യ ഇന്നിംഗ്സിൽ അശ്വിൻ 4 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. അങ്ങനെ അശ്വിൻ്റെ അരങ്ങേറ്റ ടെസ്റ്റിൽ അശ്വിൻ 9 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. അതുപോലെ തന്നെ അശ്വിൻ്റെ 100-ാം ടെസ്റ്റിലും അശ്വിൻ അങ്ങനെ 9 വിക്കറ്റ് വീഴ്ത്തി. എന്തായാലും ഇന്ത്യക്ക് 2020 ലോകകപ്പിനൊക്കെ പോകുന്നതിന് മുമ്പ്, IPL-നെ പോകുന്നതിന് മുമ്പ് വലിയൊരു ജയം തന്നെയാണ്, ഒരു സന്തോഷിക്കുന്ന ജയം തന്നെയാണ്. പ്രത്യേകിച്ച് വിരാട് കോഹ്ലി ഇല്ല, ഇല്ലെങ്കിൽ പല സീനിയർ താരങ്ങളുമില്ല, യുവതാരങ്ങളെ വെച്ചുകൊണ്ട് രോഹിത് ശർമ്മയുടെ കീഴിൽ ഒരു ചരിത്ര ജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ടെസ്റ്റ് പരമ്പരയ്ക്ക് അവസാനമായിരിക്കുന്നു. മത്സരങ്ങൾ വെറും 2.5 ദിവസം കൊണ്ട് അവസാനിച്ചതിൽ ആരാധകർക്ക് ഒരു അതൃപ്തിയൊക്കെ ഉണ്ടാവും. വലിയ ചർച്ചകളും ഇല്ലെങ്കിൽ പിച്ചിന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഇനി വലിയ ചർച്ചകളുണ്ടാവും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ജയം, ഒപ്പം തന്നെ ഒരു ചരിത്ര നേട്ടം. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ആങ്ങമൂഴിയിൽ പാറ ഇടിഞ്ഞ് വീട്ടമ്മ മരിച്ച പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിൽ. വലിയ ദുരന്തമാണ് ഉണ്ടായതെന്ന് ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു.
പത്മകുമാരി അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സീതത്തോട് ആങ്ങമൊഴിയിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് ഇന്നലെ വൈകുന്നേരത്ത് ഒരു പാറ ഇടിഞ്ഞു വീണത്. ശക്തമായ മഴയായിരുന്നു. അത് അവരുടെ അമ്മയും അതുപോലെ തന്നെ കൊച്ചുമക്കളും അടക്കം 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ചായ തിളപ്പിക്കാനായി അടുക്കള ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത്. സെക്കൻഡുകൾക്കകം തന്നെ ഈ പാറ വന്ന് പതിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ തന്നെ അവിടെ മരണം സംഭവിക്കുകയായിരുന്നു. എന്നാലും പത്മകുമാരിയുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് കോന്നി താലൂക്ക് ആശുപത്രിയിലാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന അറിയിച്ചിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ വലിയൊരു ദുരന്തം മുഖത്ത് തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും ഉള്ളത്. കാരണം ഈ പാറക്കഷ്ണങ്ങളാൽ ഈ പറയുന്നത് പോലെ കൂടിക്കിടക്കുന്ന മേഖലയാണ് ഈ പ്രദേശം. ഇതിന് തൊട്ടപ്പുറത്ത് ഇത് വനഭൂമിയല്ല, തൊട്ട് മുകളിൽ അപ്പുറത്തേക്ക് വനഭൂമിയുണ്ട്. ആ മേഖലയിലൊക്കെ പാറക്കഷ്ണങ്ങളുണ്ട്. വർഷങ്ങളായി ഈ പ്രദേശത്ത് താമസിച്ചു വരുന്ന ആളുകളാണ് ഇവരെല്ലാം. എനിക്ക് ഞാൻ ഓർമ്മയായപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പം എനിക്ക് 60-62 വയസ്സായി. എങ്ങനെ സംഭവം നടന്നെന്ന് ചേട്ടൻ ഉണ്ടായിരുന്നു പ്രദേശത്ത്? അന്നേരം ഇത് സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒന്ന് വീണ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാം കൂടി വരുന്നത്. പിള്ളേരുടെ കരച്ചിലും കാര്യങ്ങളും എല്ലാം കേട്ട് അങ്ങനെ ഞങ്ങൾ ഓടി വരുന്നത്. അന്നേരവും ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. കറണ്ടില്ലായിരുന്നു. കറണ്ട് പോയി. ഈ കാറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് പോയി. ചേച്ചി മാത്രം അവിടെ നിന്ന് പാചകം ചെയ്യുമായിരുന്നു. അമ്മ പ്രായമുള്ള ആളാണ്. പിന്നെ ആ ചേച്ചിയുടെ 2 മക്കളും അവരുടെ 2 കൊച്ചുമക്കളും അവിടെ അങ്ങനെ മുറി ടി വി കാണുമായിരുന്നു. ഞാനിപ്പം രാവിലെ വന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ സൗണ്ട് കേട്ടുകൊണ്ട് പിള്ളേർ നോക്കിയപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ഇങ്ങനെ ചേച്ചി അപ്പം തന്നെ മരിച്ചിരുന്നു അല്ലേ? അപ്പം തന്നെ അനക്കമില്ലെന്നാണ് പറയുന്നത്. അനക്കമില്ലായിരുന്നു, കൊണ്ടുപോകുന്ന അനക്കില്ല. പറയുന്നത് വലിയ ദുരന്തമാണ്. ഈ വീട് നന്നാക്കാനൊക്കെ ഇനി വലിയ പണം നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് ആവശ്യമായിട്ടുണ്ട്. ഒരു ഭാഗം പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു. കോന്നി എം.എൽ.എ. ജിനീഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഇന്നലെ ഇങ്ങോട്ട് വന്ന് ഇവരെ കണ്ട് കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് അടക്കം കടന്നിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് സഹായം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് എം.എൽ.എയും രാവിലെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെയായിരിക്കും പത്മകുമാരിയുടെ സംസ്കാരം നടക്കുക. 58 വയസ്സാണ് പത്മകുമാരിക്ക്. നിതീഷ് മാടമ്പശ്ശേരിക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. തൃശ്ശൂരിൽ പ്രചരണം ആരംഭിച്ച കെ മുരളീധരൻ പിതാവ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുകയാണ്. ഇന്ന് അല്പസമയം മുൻപാണ് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ പ്രചരണം തുടങ്ങുകയും ചെയ്യുന്നു. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, എപ്പോഴുമുള്ള അച്ഛൻ്റെ സ്മൃതി മന്ദിരത്തിലെ പുഷ്പാർച്ചന പോലെയല്ല ഇക്കലുള്ള പുഷ്പാർച്ചന, അല്ലേ സൂരജ്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം നേരത്തെയും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം തുടക്കം കുറിക്കുന്ന സമയത്ത് ഈ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തിയാണ് ഇത് തുടക്കം കുറിക്കാറുള്ളത്. ഇക്കുറിയും എന്തായാലും കെ മുരളീധരൻ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂരിൽ ഇറങ്ങുമ്പോൾ അച്ഛന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. നേരത്തെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇദ്ദേഹത്തിന് പ്രവർത്തകർ ആവേശകരമായ സ്വീകരണം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ DCCയിൽ എത്തിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഈ ബാല്യകാലം ആകെ ഈ മുരളി മന്ദിരത്തിലാണ് ഇദ്ദേഹം ചിലവഴിച്ചത്. എന്തായാലും നമുക്ക് കെ മുരളീധരന്റെ പ്രതികരണത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെ പുഷ്പാർച്ചന നടത്തിയല്ലോ. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും മുരളിയേട്ടൻ വന്ന് ഇവിടെ പുഷ്പാർച്ചന നടത്താറുണ്ട്, അമ്മയുടെയും ഇപ്പോൾ അച്ഛൻ്റെയും. എന്താണ് ഇപ്പോൾ തോന്നുന്നൊരു വികാരം? എന്താണ് ശരിക്കും? അല്ല, ഇവിടെയൊക്കെ ഒരുപാട് കെ മുരളീധരൻ പിതാവിൻ്റെ സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രചരണം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും അപ്രതീക്ഷിതമായിരുന്നു. ടി എൻ പ്രതാപനായുള്ള ചുവരെഴുത്തുകൾ, ടി എൻ പ്രതാപനുള്ള പോസ്റ്ററുകൾ, പ്രചരണം, സ്നേഹ സന്ദേശയാത്ര. പിന്നെ നമ്മുടെ ചർച്ചയിലൊക്കെ BJP പ്രതികൾ പറയുന്നത് പോലെ കുരട്ടിമുത്തിക്ക് പൂവംകൊല നേർച്ച എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ വളരെ സജീവമായി തന്നെ ടി എൻ പ്രതാപൻ മുന്നോട്ടേക്ക് പോയതാണ്. വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമരുന്നത്. കെ മുരളീധരൻ തൃശ്ശൂരെ സ്ഥാനാർത്ഥിയാവുന്നു. വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തി. പ്രവർത്തകർ അതിനനുസരിച്ച് പെട്ടെന്ന് സജ്ജമാകുന്ന കാഴ്ച തൃശ്ശൂരിൽ കാണാനുണ്ട്. ദയവടെ പ്രചരണം തുടങ്ങുകയാണ് കെ മുരളീധരൻ കെ കരുണാകരൻ്റെ സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കൊച്ചിയുടെ രാത്രി ആവേശഭരിതമാക്കി 24-ന്റെ പിങ്ക് മിഡ് നൈറ്റ് റൺ. സമയത്തിന് ആൺപെൺ വ്യത്യാസങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച ആയിരക്കണക്കിന് സ്ത്രീകൾ നഗരഹൃദയത്തിലൂടെ ഓടിക്കയറി. 15-നും 30-നും ഇടയിൽ പ്രായമുള്ളവരിൽ നിത്യ സിയാറും 30 വയസ്സ് കഴിഞ്ഞവരിൽ മിന്ന ലിഖിനും ഒന്നാമതെത്തി. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിളംബരമായി പിങ്ക് മിഡ് നൈറ്റ് റൺ. ആവേശവും അഭിമാനവും നിറഞ്ഞ നേരം. ലോക വനിതാ ദിനത്തിൽ ഇതാ കേരളത്തിന്റെ പെൺകരുത്തിന്റെ അടയാളം. 24 ഫ്ലവേഴ്സ് പിങ്ക് മിഡ് നൈറ്റ് റൺ. ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി ദർബാർ ഹാളിൽ തന്നെ അവസാനിച്ച 5 കിലോമീറ്റർ ദൂരം.
21 മിനിറ്റും 42 സെക്കൻഡും എടുത്ത് ആദ്യം ഓടിയെത്തിയത് ചേന്ദമംഗലം സ്വദേശി നിത്യ സിയ. ഇതിനു മുൻപ് പോയിട്ടുണ്ടോ ഇങ്ങനത്തെ ഓട്ട മത്സരങ്ങളിലൊക്കെ? കഴിഞ്ഞ വർഷത്തെ വിജയായിരുന്നോ? 15 മുതൽ 30 വയസ്സ് വരെയുള്ളവരിൽ നിത്യയ്ക്ക് പിന്നാലെ ഫിനിഷിംഗ് ലൈൻ തൊട്ടത് ആൻ മരിയ ബിനു. തൊട്ടുപുറകെ അതുല്യ ഉദയൻ. 30 വയസ്സിന് മുകളിലുള്ളവരിൽ 26 മിനിറ്റും 12 സെക്കൻഡും എടുത്ത് ആദ്യ ദൂരം താണ്ടിയത് മിന്നാലിഖിൻ. സ്ഥലം എവിടെയാ മിന്ന? പെരുമ്പാവൂര്. എന്താ ചെയ്യുന്നേ? സൂംബ ഇൻസ്ട്രക്ടർ ആണ്. സൂംബ ഇൻസ്ട്രക്ടർ ആണ് അല്ലെ? 30 വയസ്സിന് മേലെയുള്ള വിഭാഗത്തിലാണ് സൂംബ ഇൻസ്ട്രക്ടർ ആണ്. ഷിജി ആന്റണി 2ാം സ്ഥാനവും ഡോക്ടർ കൃതി ഉല്ലാസ് 3ാം സ്ഥാനവും നേടി. 24ഉം ഫ്ലവേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച പിങ്ക് മിഡ് നൈറ്റ് റണ്ണിലെ വിജയികൾക്ക് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും റീഗൽ ജുവല്ലേഴ്സ് ജനറൽ മാനേജർ ബേബി രാജനും ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിത്യയ്ക്ക് മെഡൽ സമ്മാനിക്കുന്നത് SKN ശ്രീ ബേബി രാജൻ, ജനറൽ മാനേജർ റീഗൽ ജുവല്ലേഴ്സ്. താങ്ക് യു സർ. 15,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. യെസ്, വലിയ കയ്യടി കൂടി. ട്രോഫി സമ്മാനിക്കുന്നു ശ്രീ ബേബി രാജൻ. ഗിഫ്റ്റ് വൗച്ചറും ശ്രീ ബേബി രാജൻ. 15,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സ്പോൺസർ ചെയ്തിരിക്കുന്ന റീഗൽ ജ്വല്ലറിയാണ്. ആദ്യമെത്തിയത് ഇവരെങ്കിലും പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ ഭാഗമായ മുഴുവൻ പേർക്കും വിജയിയുടെ ആഹ്ലാദമായിരുന്നു. ചുവടിനൊപ്പം സന്ദേശവും. രാത്രിയിലെ തെരുവുകൾ സ്ത്രീകളുടേതെന്ന ഉറച്ച പ്രഖ്യാപനം. പിങ്ക് മിഡ് നൈറ്റ് റൺ ഈ സന്ദേശ പ്രഖ്യാപനമായി. പ്രായത്തെ തോൽപ്പിച്ചവർ, ദൂരദേശങ്ങളിൽ നിന്ന് വന്നവർ, മറ്റു ഭാഷക്കാർ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ ആവേശം പല മടങ്ങ്. രോഹിണി. So your son has completed. He accompanied for the whole marathon with me and he has finished before me. Wow, that's great. ഒരു കയ്യടി കൊടുക്കാല്ലേ? സുസി ജോൺ. സുസി ജോൺ. എത്ര വയസ്സായി? 71 over. Wow, കഴിഞ്ഞ തവണ നല്ലൊരു കയ്യടി ഉണ്ടായിരുന്നു. നമ്മൾ സംസാരിച്ചതാണ്, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇത്തവണയും വന്നു. താങ്ക് യു സോ മച്ച്. Archana. You are not a Malayali, right? No. Where are you from? Bombay. You are here, you are staying here, living here? Now I'm living here. Super fantastic. Thank you to all the ladies in Cochin. അസമയമെന്ന മിഥ്യയെ അപ്രസക്തമാക്കി അവർ ഓടിക്കയറിയത് ആത്മവിശ്വാസത്തിന്റെ പടവുകൾ. ലോക വനിതാ ദിനത്തിൽ സ്ത്രീ ശക്തി വിളിച്ചോതുന്നതായി 24ഉം ഫ്ലവേഴ്സും സംഘടിപ്പിച്ച പിങ്ക് മിഡ് നൈറ്റ് റൺ. കൊച്ചി നഗരം പെൺകരുത്ത് കീഴടക്കിയ മണിക്കൂറുകൾ. ക്യാമറാമാൻ അദീഷിനൊപ്പം കീർത്തന കേശവൻ, 24. സമയം എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതെന്ന് തെളിയിക്കുകയാണ് 24ഉം ഫ്ലവേഴ്സും ചേർന്ന് സംഘടിപ്പിച്ച പിങ്ക് മിഡ് നൈറ്റ് റൺ എന്ന് മന്ത്രി പി രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ കളക്ടർ NSK ഉമേഷ്, 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ എന്നിവരും പങ്കെടുത്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ 24ഉം ഫ്ലവേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ 2ാം പതിപ്പും വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. രാപ്പകൽ ഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമാണുള്ളതെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. രാപ്പകൽ ഭേദമന്യേ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവുമുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റണ്ണാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ 5 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും ഈ നടത്തം. മാത്രമല്ല ചില മത്സരം പോലെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആകർഷകമായ സമ്മാനങ്ങളുമുണ്ട്. അപ്പോൾ ഈ പിങ്ക് മാരത്തോണിൽ പങ്കെടുക്കുന്ന ഈ മിഡ് നൈറ്റ് റൺ നമ്മൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നടുപ്പാതിരിയൊക്കെ ആകുമ്പോഴേക്കും ആയിരിക്കും ഈ ഓട്ടമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി വരിക. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ദീർഘദൂര ഓട്ടത്തിന് മുമ്പ് ശരീരത്തെ പാകപ്പെടുത്താൻ സൂംബ. ശേഷം കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് പിങ്ക് മിഡ് നൈറ്റ് റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇന്നലെ കേരളത്തിൽ ഫയർഫോഴ്സിൽ ആദ്യത്തെ വനിതാ ബ്രിഗേഡ് അവരുടെ പരേഡ് പൂർത്തീകരിച്ച് പുറത്തേക്കിറങ്ങി.
ഏഷ്യയിൽ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് കേരളത്തിലായിരുന്നു. ഏഷ്യയിൽ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ചുമതലയുള്ള വനിതാ ഇൻസ്പെക്ടറും കോഴിക്കോടായിരുന്നു. അങ്ങനെ കേരളം ഒത്തിരിയേറെ ചരിത്രം സൃഷ്ടിച്ചു. ഈ പാർലമെന്ററി രംഗം ഒഴികെ ബാക്കി എല്ലായിടത്തും സ്ത്രീകൾ മുന്നോട്ട് വന്നു. ഏത് സമയവും എല്ലാവർക്കും ഒരേപോലെയാണ്. അതിനകത്ത് പ്രത്യേകമായി വിഭജനങ്ങളില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പരിപാടി തുടർച്ചയായി സംഘടിപ്പിച്ചതിന് ഒരിക്കൽ കൂടി 24-നെ അഭിനന്ദിക്കുന്നു. കേരള സമൂഹം സ്ത്രീകളാൽ ശാക്തീകരിക്കപ്പെട്ടതാണെന്നും അതിനുള്ള തെളിവാണ് മിഡ് നൈറ്റ് റണ്ണിലെ പങ്കാളിത്തമെന്നും എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. ഒരു തമിഴ് പോയമുണ്ട്. நான் உனக்கு சுதந்திரம் கொடுக்க முடியும் என்றால் அது என்னுடைய சுதந்திரம், உன்னுடைய சுதந்திரம் அல்லான்னு. അതുപോലെ അതായത് ലേഡീസിന് വിമനിന് സ്വാതന്ത്ര്യം കൊടുക്കാനോ എംപവർ ചെയ്യാനോ മെൻ ആരുമല്ല. women are all empowered, women are all free. അതുപോലെ ഒരു സൊസൈറ്റിയാണ് കേരള സൊസൈറ്റി. അതിന്റെ ഒരു പ്രൂഫാണ് ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാ വിമനും. പരിപാടിയിൽ ടൂറിസം വകുപ്പ് പ്രതിനിധി പ്രേംഭാസ് RC, KP നമ്പൂതിരിസ് ആയുർവേദിക്സ് ഹെഡ് ഓഫ് സെയിൽസ് വിശാഖ് V തുടങ്ങിയവർ പങ്കെടുത്തു. 24 കൊച്ചി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നടന്ന മിഡ് നൈറ്റ് റൺ അവിസ്മരണീയമായി. പെൺകരുത്തിന്റെ അവകാശ പ്രഖ്യാപനത്തിന് നേർസാക്ഷ്യമായിരുന്നു ഇന്നലെ ഫ്ലവേഴ്സും 24ഉം സംഘടിപ്പിച്ച മിഡ് നൈറ്റ് റൺ. ഏത് സമയവും എല്ലാവർക്കും ഒരേപോലെയാണ്. അതിനകത്ത് പ്രത്യേകമായി വിഭജനങ്ങളില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പരിപാടി തുടർച്ചയായി സംഘടിപ്പിച്ചതിന് കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെ പുതിയ ഷോറൂം തൃശൂർ ഒല്ലൂരിൽ പ്രവർത്തനം തുടങ്ങി. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകുന്ന കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെ ജില്ലയിലെ 3ാമത്തെ ഷോറൂമാണിത്. മേയർ MK വർഗീസ്, ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പട്ടാഭിരാമൻ, കല്യാൺ സിൽക്സ് ഡയറക്ടേഴ്സായ മഹേഷ് പ്രകാശ്, കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടേഴ്സായ വർദ്ധിനി പ്രകാശ്, മധുമതി മഹേഷ്, കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാൻ TS കല്യാണരാമൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തന്നെ ചെറിയ വേർഷനാണ് ഈ കല്യാൺ എക്സ്പ്രസ് മാർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വടക്കേ സ്റ്റാൻഡിലുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് 50,000 സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ്. അതിന്റെ തന്നെ ചെറിയൊരു വേർഷൻ ഇതൊരു 6,000 സ്ക്വയർ ഫീറ്റിലുള്ളതാണ് ഞങ്ങൾ ഇന്നിപ്പം ഒല്ലൂരിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇത് തൃശ്ശൂരിൽ തന്നെ 3ാമത് എക്സ്പ്രസ് മാർട്ടാണ്. നമ്മുടെ കോൺസെപ്റ്റ് തന്നെ ഒരു ഗ്രാബ് ആൻഡ് ഗോ കോൺസെപ്റ്റ് എന്നതിൽ വെച്ചിരിക്കുന്നതാണ്. അതായത് വീട്ടിന്റെ അടുത്തിരുന്ന് തന്നെ റെസിഡൻഷ്യൽ ഏരിയാസ് ചൂസ് ചെയ്ത് ആളുകൾക്ക് ട്രാഫിക്കിന്റെയോ ഒന്നിന്റെയും തന്നെ ബുദ്ധിമുട്ടില്ലാണ്ട് അടുത്ത് നിന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ, ഒരു വീട്ടിന് ആവശ്യമുള്ള എല്ലാ സാധനവും ഇത് ചെറിയൊരു കുടക്കീഴിൽ തന്നെ കിട്ടും. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകളെ ആദരിച്ച് ഭീമ ജ്വല്ലേഴ്സ്. തിരുവനന്തപുരം നടന്ന ചടങ്ങിൽ ഭീമ ജ്വല്ലേഴ്സ് ചെയർമാൻ ഡോക്ടർ B ഗോവിന്ദൻ, മാനേജിംഗ് ഡയറക്ടർ സുഹാസ് MS, ഡയറക്ടർ ജയ ഗോവിന്ദൻ, ഗായത്രി സുഹാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. അപ്പോൾ നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു.